പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ദിവസങ്ങളിൽ സ്വാഭാവികമായും വചനമൊക്കെ അറിയാവുന്ന ഏതൊരു ക്രിസ്ത്യാനിക്കും തോന്നാവുന്ന തെറ്റാണെന്ന് തോന്നാവുന്ന രീതിയിലുള്ള അതിരൂക്ഷമായ ഭാഷയിൽ ചില വ്യക്തികളെ, പ്രത്യേകിച്ച് കത്തോലിക്കരെന്ന് അവകാശപ്പെട്ട വ്യാജ കത്തോലിക്കരായ ഡിസ്കഷൻ ലോഞ്ച് പോലെയുള്ള ക്ലബ് ഹൗസ് സോഷ്യൽ മീഡിയ റൂമുകളിലിരുന്ന് ശുഭ പിടിക്കലിനെ പോലെ ആളുകളെയൊക്കെ രഹസ്യവും പരസ്യവും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, യഹോവയെയും പഴയ നിയമത്തെയും ഒക്കെ രഹസ്യവും പരസ്യവുമായൊക്കെ തള്ളുന്ന ആളുകളെ പലപ്പോഴും ഞാൻ വിളിക്കുന്നത് പട്ടികൾ എന്നാണ്, നായ്ക്കൾ എന്നാണ്. അപ്പോൾ ഞാൻ SK പട്ടി, ജെയ്സ് പട്ടി, ബെഞ്ചി പട്ടി, വിമലു പട്ടി എന്നൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്നെ ഇഷ്ടപ്പെടുന്നു. ഈ വീഡിയോ പ്രത്യേകിച്ച് അല്പമൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം, സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങളെപ്പോലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തെ ബോധ്യപ്പെടുത്തുക. എൻ്റെ മനസ്സാക്ഷിയിൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ ശുദ്ധനായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു റൂം ഇട്ടപ്പോൾ ചില ചർച്ചകൾ വന്ന്, ഇന്നലെ ക്ലബ് ഹൗസിലൊരു ചർച്ച വന്നപ്പോൾ ചില ആളുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ബിബ്ലിക്കൽ വ്യൂ പോയിൻ്റ്, ഇങ്ങനെ ബൈബിൾ അനുസരിച്ച് വിളിക്കാൻ പറ്റുമോ, ഞാൻ ഏതർത്ഥത്തിലാണ് വിളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലബ് ഹൗസിൽ നടത്തിയ ഒരു ചർച്ചയാണ് പ്രിയമുള്ളവരെ ഈ വീഡിയോയ്ക്ക് ഇതിന് ശേഷം വരാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ അവസാന ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുമായിരുന്നേ. ചില വചനഭാഗങ്ങളൊക്കെ എടുത്ത് കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുമായിരുന്നു. അന്ത്യകാലത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത ധാർമ്മികത ഇല്ലാതെ ആകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ക്ലബ് ഹൗസ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം അനേകർക്ക് ഒരു ധാർമ്മികതയുമില്ല, ഒരവസ്ഥയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ 2 പ്രവാചകന്മാർ വരുന്നുണ്ട്. അവര് ലോകത്തോട് മുഴുവൻ പ്രവചിക്കും, പക്ഷെ ലോകം അവരെ മാനിക്കുകയില്ല, അവരെ കൊല്ലുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെ ശത്രുവാണ്, അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകും. ഈ രീതിയിലുള്ളൊരു മിനിസ്ട്രി അവസാന കാലഘട്ടത്തിലുണ്ട്. അപ്പം അത് ആ രൂപി ഇപ്പൊ യേശുക്രിസ്തു പറയുന്നില്ലേ, ഏലിയ വരുവാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏലിയ ഇപ്പോഴേ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ. അപ്പൊ ഏലിയായുടെ മിനിസ്ട്രി അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, ക്രിസ്തുവിന്റെ 2ാം വരവ് വരെ ഉണ്ട്. അതിന്റെ മൂർത്ത രൂപം ആണ് ഈ 2 പ്രവാചകന്മാർ. അപ്പൊ ആന്റി ക്രൈസ്റ്റിന്റെ മൂർത്ത രൂപം ക്രിസ്തുവിന്റെ 2ാം വരവിൽ വരും. പക്ഷെ ഇപ്പോഴേ ആന്റി ക്രൈസ്റ്റിന്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ 2 തലങ്ങളുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം വചന പ്രഘോഷണ മേഖലയിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതാണ്. ഇതിങ്ങളോട് നമ്മളിപ്പം നമുക്ക് പറയാൻ പറ്റുന്ന മാക്സിമം, ഇപ്പം ഇന്നലെ കോശി എക്സ്പോസ് ചെയ്തതുപോലെ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യുക, അത് ആളുകളോട് പറയുക. ഈ തമ്മിൽ അടി കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ നിലപാട് പറയും, ഇഷ്ടമുള്ളവർ സ്വീകരിക്കും. ഇപ്പം ഇതുപോലെ മോശമായിട്ട് സത്യവേദ പുസ്തകത്തെ കോശി പറഞ്ഞു, കത്തോലിക്ക ബൈബിളിനെ POC പറങ്ങിപ്പുണ്ണന്മാരുടെ POC വൃത്തികെട്ട ബൈബിളെന്ന് ശുഭു പറഞ്ഞു. എന്നിട്ടും കത്തോലിക്കരായ ആളുകൾ ശുഭുവിന്റെ റൂമിൽ പോയി ശുഭു പാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അമ്മ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തണ്ണിമത്തന്റെ ടോപ്പിക് ഉണ്ടോ? കണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാനവിടെ കയറി ഒരു കാര്യം ചോദിക്കുകയും ചെയ്തായിരുന്നു. അല്ല, ഇത് വേണമെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കാം. ഇനി എന്താണെങ്കിലും എൻ്റെ ഒരു ശുശ്രൂഷ കാലഘട്ടം, ഈ അപ്പോളജിക് മിനിസ്ട്രി ഒരു പരിധിവരെ ദൈവം വളരെ വ്യക്തമായി ഉപയോഗിച്ചെന്നും അനേകരെ എക്സ്പോസ് ചെയ്യാനും മറഞ്ഞിരിക്കുന്ന പലരെയും പുറത്തു കൊണ്ടുവരാനും കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജിജിക്കെതിരെയുള്ള പ്രവർത്തനം, ട്രൂത്ത് കത്തോലിക്ക വിശ്വാസി എന്ന ട്രൂത്ത് ഫൈറ്റേഴ്സിനെതിരെയുള്ള പ്രവർത്തനം, ഇതൊക്കെ അതിൻ്റെതായ വലിയ നന്മകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. കാരണം
ഇന്ന് ട്രൂത്ത് ഫൈറ്റേഴ്സ് ആരാണെന്ന് അറിയാത്തവർ ഇന്നില്ല. എതിർക്കുന്നവർക്കും അറിയാം, അനുകൂലിക്കുന്നവർക്കും അറിയാം. ജി ആരാണെന്ന് ഇന്ന് അറിയാത്തവരില്ല. പക്ഷെ ഇനി ഇച്ചിരി കുറച്ച് സമയം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓരോരുത്തരെയും അഡ്രസ്സ് ചെയ്താൽ ഈ കത്തോലിക്ക പിള്ളേർ ഏതവസ്ഥയിലാണെന്നുള്ളതും ആളുകൾക്കറിയാം. ഇനി ഇവരെ ഉപദേശിച്ചൊന്നും നന്നാക്കാൻ ലോകത്താരെയും നമുക്ക് പറ്റത്തില്ല. പണ്ടൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ആർഗ്യുമെന്റുകളൊക്കെ നടത്തുമ്പം ഫാക്ച്വൽ എററുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും തിരുത്തുമെന്ന്. പക്ഷേ ഇപ്പം POC ബൈബിള് വൃത്തികെട്ടതാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സത്യവേദ പുസ്തകം ചന്തി തുടയ്ക്കുന്നതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കുറച്ചാളുകൾക്കൊക്കെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്ലബ് ഹൗസ് അങ്ങനെ ചുരുങ്ങി സ്ഥിരം ഒരു നാട്ടുകാരായ സ്ഥിരം അറിയാവുന്ന കുറച്ച് ആളുകളുടെ ഒരു ലോകമായിട്ട് മാറിയില്ലേ ഈ പച്ചമുതലേ? പുതുതായിട്ട് ആരെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ടോ? പുള്ളി ഇല്ലേ? പുതുതായിട്ട് ആൾക്കാര് ലിസണിങ് മോഡിലൊക്കെ ഉണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട് പുതുതായിട്ട്. ആണോ? പിന്നെ പഴയ ആൾക്കാർ പോകുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന സ്പീക്കർ പാനലിലുള്ളവർ ഒരുമാതിരിയായിട്ടൊക്കെ സ്ഥിരമായിട്ടുള്ളവരൊക്കെ സ്പീക്കർ പാനലിൽ കയറത്തുള്ളൂ. കാരണം ഒരാളിപ്പം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ചാടി സ്പീക്കർ പാനലൊന്നും കയറത്തില്ല. കാരണം ഇപ്പൊ ഈ എല്ലാ റൂമുകളുടെയും സ്പീക്കർ പാനലുകളിലും ഒരു മാഫിയ ഉണ്ട്, നമ്മൾ അറിയാതെ തന്നെ. എല്ലാ റൂമുകളിലും ഉണ്ട് അത്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പം ഈ പഴയ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. പുതിയ ആൾക്കാർക്ക് അൺലെസ് അവർക്ക് ഇവിടെ ഉള്ള ആളുകളുമായിട്ട് സൗഹൃദം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കയറി സംസാരിച്ചു കഴിഞ്ഞാൽ നിലനിന്ന് പോകാനോ സാധിക്കത്തില്ല. വിചാരധാര നീ മുകളിലോട്ട് വന്ന് എന്നോട് ചോദിക്കും, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നീ എഴുതി വെട്ടിച്ച കാര്യം ഒന്നും കൂടെ ഒന്ന് നീ പറ, ഉത്തരം ഞാൻ തരാം. അല്ല, ഈ കർത്താവ് പണ്ട് ഹെറോദിനെ കുറുക്കൻ എന്ന് വിളിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ എഴുതിയിട്ടുമുണ്ട്. എന്നോർത്തുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം പട്ടിന്ന് വിളിക്കുന്നതും പട്ടി വളർത്തൽക്കാരെന്നൊക്കെ വിളിക്കുന്നതൊക്കെ അന്ത്യകാലത്തുണ്ടാകുന്ന ചില സംഭവങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ത്യകാലത്ത് ചിലർക്ക് വരുന്ന ചില ഭ്രമമാണ്. അതായത് ഞാൻ മഹാനാണ്, ഞാൻ മറ്റുള്ളവരുടെ കണ്ണിലുള്ള കരട് വലിയ തടിയാണ്, എന്നാൽ എൻ്റെ കണ്ണിലുള്ള വലിയ തടി എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നത് ചിന്താഗതി. അതിനെതിരായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഇത് കേൾക്കാൻ ചെവിയുള്ള കേൾക്കൂ. പിന്നെ താങ്കൾ പറഞ്ഞു ടിസനെ കഴിഞ്ഞു. ആരും ഉപദേശിക്കേണ്ടെന്ന് ടിസൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉപദേശിക്കണ്ട, താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, താങ്കളുടെ നിലപാടുകൾ പറയാം, ഞാനത് ഇവിടെ ഇരുന്ന് കേൾക്കും. അതിനുശേഷം ഒരു മിനിമം മര്യാദ എന്ന നിലയിൽ താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുക, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ താങ്കൾ താഴെ പോയിരുന്ന് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം താങ്കൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ പറഞ്ഞതിന് ഉത്തരം ഞാൻ തരാം. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറയുമ്പോൾ ദയവ് ചെയ്ത് മൈക്ക് എടുക്കരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് പറയാം കേട്ടോ. ഈ ബൈബിളിൽ നായ്ക്കൾ എന്ന് വിളിക്കുന്ന ആളുകൾ ആരാണ്? നായ്ക്കൾ നരകത്തിലേക്ക് പോകുമെന്ന് ബൈബിൾ വചനമുണ്ട്. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നായ എന്ന ഒരൊറ്റ വേർഡ് ബൈബിളിലുള്ള വേർഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പന്നികൾ എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ട് കാറ്റഗറി ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി വ്യക്തികളെ യജമാനന്മാരായും അവർക്ക് വേണ്ടി കുറയ്ക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ആദം എന്ന് പറഞ്ഞ വ്യക്തി പച്ചയ്ക്ക് നിരീശ്വരവാദം പറഞ്ഞപ്പോൾ ആദത്തെ മനസ്സിലാക്കണമെങ്കിൽ 200 പേജിൻ്റെ പുസ്തകം വേണം, ആദത്തെ മനസ്സിലാക്കണമെങ്കിൽ 400 പേജിൻ്റെ പുസ്തകം വേണമെന്നൊക്കെ പറഞ്ഞ് ആദത്തിനു വേണ്ടി സകല റൂമുകളിലും പോയി സംസാരിച്ച ആളുകളുണ്ട്. അത് വിമല്, മറ്റേ ആദത്തിൻ്റെ റൂമിലിരിക്കുന്ന ആളുകൾ. ഇവിടെ ഇവരെല്ലാവരും ഇരിക്കുന്നത് നിരീശ്വരവാദികൾ, ദൈവവിശ്വാസികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ റൂമിൻ്റെ ഓണറായ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ ഒരാൾ നിരീശ്വരവാദം പറയുമ്പോൾ ഞങ്ങൾ ഈശ്വര വിശ്വാസികളായിട്ടാണ് ഇരിക്കുന്നത്, നീ ആക്കോളികളെന്നും ഒക്കെ വിളിച്ച് എല്ലാവരെയും വിളിക്കുമ്പോൾ നിനക്ക് ഈ വിശ്വാസം പോലും ഇല്ല എന്ന് ചോദിക്കാനുള്ള കടമയാണ് ഒരു ഈശ്വര വിശ്വാസിക്കുള്ളത്. അതിനു പകരം ദൈവത്തെക്കാൾ ഉപരി ആദത്തിന് ഇമ്പോർട്ടൻസ് നൽകി ആദത്തിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്.
അപ്പോൾ എന്തായി? ആദം യജമാനനും ആദത്തിൻ്റെ ഫാൻസുകളോ അല്ലെങ്കിൽ ദൈവത്തെക്കാളും ദൈവവിശ്വാസത്തെക്കാളും ഉപരി ആദത്തിന് പ്രധാനം നൽകുന്ന വ്യക്തികളായി മാറി. 2, ആ റൂമുകളിൽ യാക്കോബ സഭയെ യാക്കോളികളെന്നും വിളിച്ച് വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യാം. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ച കൗദാശിക ഐക്യമുള്ള ഒരു സഭയെ ഇതുപോലെ തെറി വിളിക്കുമ്പോൾ ഏതൊരു കത്തോലിക്ക വിശ്വാസിക്കും അത് തെറ്റാണ് എന്ന് തോന്നും. പക്ഷെ അത് തോന്നാതെ ആദം രാവിലെ എണീക്കും, യാക്കോളി എന്ന് പറഞ്ഞ് റൂമിടും, അതിനകത്തേക്ക് കത്തോലിക്കരെല്ലാം വന്ന് ഇരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ യേശു ക്രിസ്തുവിനെക്കാളും സഭയെക്കാളും ഉപരി മനുഷ്യർക്കാണ് പ്രധാനം. ഇപ്പം ലാസ്റ്റ് സംഭവിച്ചു, ഇത് ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഇന്നോ നാളെയോ സമയം കിട്ടുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തെളിവുകൾ സഹിതം തിളങ്ങും. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഷിബുവിൻ്റെ റൂമിൽ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ഷിബു അവിടെ റൂമിട്ടിരിക്കുന്നു. അപ്പം ഈ വിമലും ജോണും കൂടെ ചെല്ലുകയാണ്. ഷിബു പാസ്റ്ററെ, നിങ്ങൾ റൂം നിർത്തുകയാണോ എന്നൊക്കെ ചോദിക്കുകയും ഷിബു യഹോവയും കോശിയൊക്കെ ഇരുന്ന് കുറ്റം പറയുകയും വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന്, സത്യവേദ പുസ്തകം ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്നൊക്കെ പറയുകയും ഷിബു ഇവിടെ ഇത് പറയുമ്പോൾ ഷിബു ഒരു ക്ലബ് ഹൗസിൽ പോലും അല്ല, ഒരു സീരിയസ് ആയ സൂം മീറ്റിംഗ് യൂട്യൂബ് ലൈവിൽ പച്ചക്കിരുന്ന് പറയുകയാണ്, പറങ്കിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട POC ബൈബിൾ എനിക്ക് കാണുക പോലും വേണ്ട എന്നും പറഞ്ഞ് അലറുകയാണ്. അപ്പം എന്നിട്ടാണ് ഷിബു പാസ്റ്ററെ നിങ്ങൾ നിർത്തുവാണെന്നൊക്കെ ചോദിച്ച് അവൻ്റെ റൂമിലിരിക്കുന്നു. അവർ സംസാരിക്കുമ്പോൾ അവിടെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നു, അവന് വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവത്തെക്കാൾ ഉപരി സഭയേക്കാൾ ഉപരി ചില വ്യക്തികൾക്ക് പ്രധാനം കൊടുക്കുന്നു. ഇവരെല്ലാം ആദത്തിൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ആരാണ്, ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഇവരെ നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. അതിശക്തമായ ഭാഷയിൽ നിരന്തരമായി ആദത്തിൻ്റെ നായ്ക്കൾ എന്ന ഒരൊറ്റ വേടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം ആദത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ആദം എന്ത് വിവരക്കേട് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി ഇവരിൽ പലരും മാറി. ഇപ്പം ബെഞ്ചി ആണെങ്കിലും എല്ലാം മാറി. ഇനി അതിനകത്ത് വ്യക്തമായ ഷിബുവിൻ്റെ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആദം ശരിക്കും നിരീശ്വരവാദി തന്നെയാണെന്ന് അതുപോലെ കൊണ്ടു നടക്കുന്ന ആളുകളുമുണ്ട്. ഇവരെല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും തെളിവുകൾ സഹിതം അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ എൻ്റെ നിലപാട് പറഞ്ഞു. ഈ മെസ്സേജ് ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളല്ല, ദൈവത്തെക്കാൾ ഉപരി ചില മനുഷ്യരുടെ വേണ്ടി കുറയ്ക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പം ഒരു പട്ടിയുടെ സ്വഭാവം എന്താണ്? അതുകൊണ്ടാണ് ബൈബിളിൽ നായ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നായ്ക്കൾ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധികളും നായ്ക്കളും എന്നൊക്കെ പറഞ്ഞ് വ്യഭിചാരികളും ഒക്കെ നരകത്തിലായിരിക്കുന്നു ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ വചനം പറഞ്ഞിരിക്കുന്നു. ഇതാണ്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ പറയുന്ന കാര്യം പറയാം. അതും കൂടെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് നഷ്ടമാകാതെ, 9-ാമത്തെ വാക്യം തന്നെ, ഞങ്ങളുടെ അധ്യാപനം നിങ്ങൾക്ക് നഷ്ടമാകാതെ അത് പൂർണ്ണമാകുന്നതാണ് ശ്രമിക്കും. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിൽ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. അപ്പം ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമാണ് പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം. അത് വളരെ വ്യക്തമായി അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വിശുദ്ധ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലും 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞാലും ബൈബിൾ മുഴുവൻ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ഹോളി ട്രിനിറ്റി ആണെന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനത്തിൽ അല്ലാതെ, ഇനി 10-ാമത്തെ വാക്യം, പ്രസ്തുത പ്രബോധനമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവനെ അനുകൂലിച്ച് സംസാരിക്കേണ്ട, അവനെ റെസ്പെക്റ്റ് ചെയ്ത് അവനെ ഒരു നമസ്കാരം പറഞ്ഞ് അവൻ്റെ കൂടെ പോയി ഇരുന്നാൽ മതി. ഇപ്പം വിമലും ജോണും
ഈ കത്തോലിക്കൻ എന്ന് പറയുന്നവർ ഈ ആദത്തിൻ്റെ കൂടെയൊക്കെ പോയിരിക്കുമ്പോൾ അവന്മാരുടെ ദുഷ്പ്രവർത്തികൾ, പൈശാചിക പ്രവർത്തികളിൽ പങ്കുകാരാകുകയാണ്. അതുകൊണ്ടാണ് അവരെ ഞാൻ നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. ഒറ്റ വാചകമേ ഉള്ളൂ, യു ആർ ബീങ് ജഡ്ജ്മെന്റൽ. അവരെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ആളുണ്ടല്ലോ, അപ്പം തൽക്കാലം അവരെ വെറുതെ വിടുക എന്നല്ലേ നല്ലത്. അത് ഓരോരുത്തരുടെ വിളിക്കുള്ളിലെ വിളിയേറിച്ചാണ്. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വിധിക്കാൻ ആരുമില്ലേ, മാലാഖമാരെ പോലും വിധിക്കേണ്ടവരല്ലേ നിങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെ വിളിക്കുള്ളിൽ എനിക്ക് അങ്ങനെ ഒരു വിളിയുണ്ട്. വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചുക്കൾക്കെതിരെ അപ്പോളജ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ആരെയും വ്യക്തിപരമായി വിധിക്കാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിധിക്കുന്നു എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എൻ്റെ മനസാക്ഷിയിൽ ആ ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഞാൻ വിധിക്കുന്നത്. അത്രയുള്ള അതിനകത്ത് അത്ര. അത് താങ്കൾക്ക് വിധിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ താങ്കൾ വിധിക്കാൻ പാടില്ല. താങ്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുന്നു എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ താങ്കളത് ചെയ്യാൻ പാടില്ല. താങ്കളുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ താങ്കൾക്കത് പറയാൻ പറ്റണം. അത്രേ ഉള്ളൂ. ഇതാണ് ഡേവിഡിന് എന്താണ് ചോദിക്കാനുള്ളത്. താങ്കൾ അടുത്ത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഡേവിഡെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മുമ്പേ വേറെ സബ്ജക്റ്റ് ആയിരുന്നു. അതൊന്നുമില്ല, ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിസംബർ അതിന്റെ താഴെ ഇടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നോക്കട്ടെ. ചോദ്യം ഒറ്റ കാര്യമുള്ളൂ, താങ്കൾക്ക് ചോദ്യമോ സ്റ്റേറ്റ്മെന്റോ വെക്കാം. അതിന് മറുപടി പറയുമ്പോൾ ഒരു മിനിമം മര്യാദ കാണിക്കണം. ഇടയ്ക്ക് കയറരുത്. അതൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ചോദ്യത്തിന്റെ കയറും ചിലപ്പം 2 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ എടുത്തുനിന്ന് വരും. നമ്മൾ താങ്കൾ ഇനി പക്ഷെ ഇടയ്ക്ക് കയറിയാൽ ഞാൻ താഴെ ഇടും. ഇടയ്ക്ക് കയറിയില്ല ഞാൻ ഒരു കാരണവശാലും താഴെ ഇടില്ല. അതിന് ശേഷം താങ്കൾക്ക് 1, 2, 3 മിനിറ്റ് എടുത്ത് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് കയറിയാൽ ഞാൻ താഴെ ഇടും. കാരണം നമുക്ക് 2 കൂട്ടർക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനി താങ്കൾ ഇനി എന്നെ തെറി പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് കയറത്തില്ല. താങ്കൾ പറഞ്ഞോളൂ. അത് ഡിസംബ്രോ ഇപ്പൊ മിനിസ്ട്രി ചെയ്യുന്നു. ഡിസംബ്രോയെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പം ഈ ഡിസംബ്രോയെ അപ്പോയിന്റ്മെന്റ് ചെയ്തതൊക്കെ ആരാന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒറ്റ ഉത്തരവേ ഉള്ളൂ, എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ദൈവമാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മിനിസ്ട്രി അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം മിനിസ്ട്രിയാണ്. അപ്പോൾ എന്നെയാണ് അപ്പോയിന്റ് എന്ന് വെച്ചാൽ എന്നെ പരിശുദ്ധാത്മാവ് അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ സഭ അംഗീകരിച്ചൊരു മിനിസ്ട്രി എനിക്കുണ്ട്. അത് ഞാൻ ക്ലബ് ഹൗസിലോ സോഷ്യൽ മീഡിയയിലോ ചെയ്യുന്നില്ല. താങ്ക് യു. അല്ലെ, അതിപ്പം വേറെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സഭ അംഗീകരിച്ചല്ല, സഭ ഏൽപ്പിച്ച ജോലി ഉള്ളപ്പോ അതിന് വിപരീതമായിട്ടല്ല വേറൊരു ഇത് ചെയ്യുന്നതിനോണ്ട് പ്രശ്നമുണ്ടോ സഭയിലോ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില്? സഭ എന്നെ പ്രത്യേകിച്ചൊരു ജോലിയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഓരോ വ്യക്തിക്കും അവൻ്റെ വിളിക്കുള്ളിലെ വിളി അനുസരിച്ച് ദൈവരാജ്യത്തിൽ വേല ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം താങ്കൾക്ക് ഡേവിഡിനും ഉണ്ട്, സകല മനുഷ്യർക്കും ഉണ്ട്. അത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് നിങ്ങളത് ചെയ്യുക. ഇപ്പോൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലോ ഒക്കെ വേല ചെയ്യണമെങ്കിൽ അതിന് ഹൈറാർക്കിയുടെ അപ്രൂവൽ വേണം. എന്നാൽ എല്ലാ കത്തോലിക്കർക്കും കാനാ ലോ അനുസരിച്ച് തന്നെ ദൈവവേല ചെയ്യാനുള്ള കടമയുണ്ട്. അത് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖയാണ്. അത് നിങ്ങൾക്ക് സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാകാത്ത വിധത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഇനി നമ്മളുടെ മിനിസ്ട്രിയിൽ നമ്മൾ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയിൽ രീതി അനുസരിച്ച് നമുക്കൊരു സ്പിരിച്വൽ ഡയറക്ടറും മെൻറ്ററും അതുപോലെയുള്ള ആളുകളൊക്കെ വേണം. അവരാണ് അവർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്തേക്ക് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് അനുസരിക്കാൻ ആത്മീയമായി ബാധ്യതയുള്ളത് ഇടവ വികാരിയെയും
സഭയുടെ ബിഷപ്പിനെയാണ്. അത്ര. അപ്പോൾ അവർ വിലക്കാത്തിടത്തോളം കാലം, അവർ അവരുടെ അംഗീകാരത്തോടെയുള്ള ഒരു സ്പിരിച്വൽ ഡയറക്ടർ വിലക്കാത്തിടത്തോളം കാലം വരദാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്യാം. വരദാനങ്ങളില്ലാതെ സ്വാഭാവിക ശുശ്രൂഷ ചെയ്യാൻ ആരുടെയും അനുവാദം നമുക്ക് ആവശ്യമില്ല. ദൈവം ഓൾറെഡി തന്നെ കത്തോലിക്ക സഭ കാനാൻ ലോ അനുസരിച്ചും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സഭ ഒരു പള്ളി കയറി പ്രസംഗിക്കണമെങ്കിൽ ആ വൈദികന്റെ ഉത്തരവാദിത്വം വേണം. സഭയുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭൗതിക അർത്ഥത്തിലുള്ള പെർമിഷൻ വേണം. അത്രേ ഉള്ളൂ. അതിനെയാണ് അംഗീകാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോ ഡിസംബ്രോയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കത്തോലിക്ക സഭകളിലെ പല പിതാക്കന്മാരെയും പിന്നെ കന്യാസ്ത്രീകളും ഒക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന ദൈവവേല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, രോഗികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പം മദർ തെരേസ തന്നെ ചെയ്തത് തന്നെ നമുക്കൊരു മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു വലിയ പ്രചോദനമുള്ള ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴും പല അച്ഛന്മാരും പല കന്യാസ്ത്രീകളും ഒക്കെ ചെയ്യുന്നു, പല ആളുകളും ചെയ്യുന്നു രോഗികളെ സൗഖ്യമാക്കാനും. അങ്ങനെ ഇപ്പം പറയുവാണെങ്കിൽ ഇപ്പം കത്തോലിക്ക സഭയിലെ യൂത്ത് മൂവ്മെന്റ് യൂത്ത് തന്നെ ആണെങ്കിലും പല ആളുകൾക്കും ഇപ്പം വന്ന പ്രളയത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് ഡിസംബ്രോ ഇങ്ങനൊരു കോൾ ഔട്ട് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ഇത് ചെയ്യുന്നതിന് പകരം ഒരു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സഹായങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താന്ന് പറയാമോ അതിനെപ്പറ്റി? ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ 2-ാം ലേഖനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനിച്ചിട്ടുള്ളൊരു വചനമാണ്. 2-ാം ലേഖനത്തിൽ ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. അല്ലയോ മഹതി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. 5-ാം വാക്യം. ഒരു പുതിയ കൽപ്പനയായിട്ടുള്ള ആരംഭം മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ അത് എഴുതുന്നത്. നാം പരസ്പരം സ്നേഹം. എന്താണ് സ്നേഹം? ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പന അനുസരിച്ച് നടക്കുക. അപ്പം അതിന് താഴെ കൽപ്പനയുടെ ആരംഭം മുതൽ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. അതതിൻ്റെ കൺക്ലൂഷനാണ്. തിരുവചനം അനുസരിച്ച് ജീവിക്കുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു മദ്യപാനിക്ക്, പിന്നെ നല്ലൊരു മദ്യപാനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു എൻ്റെ കൂട്ടുകാരൻ ഷിവാർ റീഗലും വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവനെ മദ്യത്തിൻ്റെ ആറടിപ്പിച്ച് പൈസയൊക്കെ മുടക്കി ബാറിലൊക്കെ കൊണ്ടുവന്നാൽ അവന് വലിയ സ്നേഹം ഫീൽ ചെയ്യും. പക്ഷെ അത് തിരുവചനം അനുസരിച്ചുള്ള സ്നേഹമല്ല. അത് തിരുവചനം അനുസരിച്ചുള്ള സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. അപ്പം എന്താണ് സ്നേഹം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നതല്ല, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തികൾ ദൈവം ഉദ്ദേശിക്കുന്ന നന്മയായി മാറുക. അപ്പം ഉദാഹരണം പറഞ്ഞാൽ മദർ തെരേസ, മദർ തെരേസ ദൈവം അങ്ങനെയാണ് വിളിച്ചത്. എന്നാൽ കുറ്റിക്കലച്ചൻ എന്ന് പറഞ്ഞ് ആകാശപ്പുറമുള്ള ശുശ്രൂഷ ചെയ്തൊരു കുറ്റിക്കലച്ചനുണ്ട്. ഈ കുറ്റിക്കലച്ചൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മദർ തെരേസയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ മദർ തെരേസ കുറ്റിക്കലച്ചനോട് പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ പാപങ്ങളെ സഹായിക്കുന്നു, എന്നാൽ പാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ല. അതും കൂടെ കുറ്റിക്കലച്ചൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? മദർ തെരേസ ശുശ്രൂഷയുടെ കുറവുകൾ മദർ തെരേസ മനസ്സിലാക്കുന്നു. പാപങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശുശ്രൂഷയും അതുപോലെ വിലയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് മദർ തെരേസയ്ക്ക് ഉണ്ട് താനും. അത് കുറ്റി. അപ്പം നമ്മൾ എന്ത് നന്മ ചെയ്തു എന്നതല്ല പ്രധാനം, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അംഗീകരിച്ചില്ലെന്ന് വരാം. പക്ഷെ ദൈവം അംഗീകരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് നടക്കുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് മാത്രമേ നോക്കാറുള്ളൂ. അപ്പം ദൈവം ഇത്രയും ഈ അപ്പോളജി മിനിസ്ട്രി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വചനപ്രഘോഷണം നടത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആഴമേറിയ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ധ്യാനങ്ങളിലൂടെ ആളുകളെ, ഷെയറിങ്ങിലൂടെയൊക്കെ ആളുകളെ ആഴമേറിയ സ്പിരിച്വാലിറ്റി ഇരിക്കുന്ന, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. എല്ലാ കാലത്തും ഈ ക്ലബ് ഹൗസിൽ ഞാൻ കോൾ ഔട്ട് മിനിസ്റ്റർ നടത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമാണ്. പക്ഷെ ദൈവം എന്നെ നയിക്കുന്നില്ല. ഇത് ദൈവമാണ് നയിക്കേണ്ടത്. എൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ചെയ്യുകയല്ല ഞാൻ ചെയ്യേണ്ടത്. ദൈവം നമ്മളെ നയിക്കണം. ചിലപ്പോൾ സമയമാകുമ്പോൾ നയിക്കുമായിരിക്കും,
അപ്പം ഇതാണ് താങ്കൾക്കുള്ള മറുപടി. അപ്പോ ഈ ഈ നമ്മളിപ്പോ എന്ത് സഹായവും ചെയ്താലും ഇപ്പൊ ആൾക്കാർക്ക് എന്ത് ഉപകാരം ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല എന്നല്ലേ? താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. എന്താണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തി ചെയ്യുന്ന ആളായാലും ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ അവൻ നിത്യനാശത്തിലേക്ക് പോകും. ദൈവത്തെ അറിയുക, ദൈവത്തെ അനുസരിക്കുക എന്നതാണ് വിശുദ്ധ ബൈബിൾ അനുസരിച്ച് പുണ്യപ്രവർത്തി. കത്തോലിക്ക സഭയുടെ പഠനം അങ്ങനെ തന്നെയാണ് കേട്ടോ. തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പൊ ഈ ദൈവത്തെ അറിഞ്ഞ് തിരുവചനം ഏറ്റ് നടന്നിട്ട് ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ ഇങ്ങനെ നടന്നാലും മതിയോ? ദൈവത്തെ അറിയുന്ന കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ഇത് തിരുവചനമാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പം ഞാൻ ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഡിസ്കഷൻ ലോഞ്ചിലിരിക്കുന്ന ചില ആളുകളെ ആദമിൻ്റെ നായ്ക്കൾ എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ പ്രവൃത്തിയാണ് ഞാനവിടെ ചെയ്യുന്നത്. എന്താണ്? ഞാനിവിടെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ഒരു മനുഷ്യൻ നായയായി മാറുന്നത്. ബൈബിളിൽ ചില മനുഷ്യരെ നായ എന്ന് ബൈബിൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ, സഹോദരൻ എന്ന് പോലും വെക്കണ്ട, എൻ്റെ അയൽക്കാരൻ ഒരു നായായി മാറരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരുടെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തും, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അവരെ പോലെ അനേകർ നായ്ക്കളായി മാറാനുള്ള സാധ്യതയെ അടച്ചു. അപ്പോൾ അതിന് വിളി ലഭിച്ചവർ അത് ചെയ്യണം. ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പം താങ്കളെ സംബന്ധിച്ചോളം അതെന്താണ്? വചനവിരുദ്ധം, ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി. അത് താങ്കളുടെ തിരുവചനത്തെക്കുറിച്ചുള്ള അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് താങ്കൾ പറയും. എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ചെയ്യുന്നത് 100% ശരിയാണെന്നും ഈ വിളിയെല്ലാം ചില റൂമിൽ വിളിച്ചിട്ട് പോയി വിശുദ്ധ കുർബാന ഒരു മനസാക്ഷി കുത്തുപോലും ഇല്ലാതെ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്കൾക്കത് എന്താണ് വളരെ മോശമാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് അനേകം പേര് ഫരിസേയന്മാരും അന്നത്തെ വലിയ പണ്ഡിതനുമൊക്കെ അവൻ കള്ളനും കൊലപാതകയാണെന്നും പറഞ്ഞ് അവനെ തൂക്കിലും കൊന്നു. അപ്പോൾ ശരിയായ സ്പിരിച്വാലിറ്റിയിൽ സഭയിൽ ആര് പ്രവർത്തിച്ചാലും അവർ ഈ അവസ്ഥയിലേക്ക് പോകും. ആര് പോയിട്ടുണ്ട്? അമ്മ ത്രേസ്യ പോയിട്ടുണ്ട്. സഭയിലെ ഡോക്ടർ ഓഫ് ചർച്ചയെ അംഗീകരിച്ച അമ്മ ത്രേസ്യ പോയിട്ടുണ്ട്. വിശുദ്ധ യോനാങ്ക്രൂസ് പോയിട്ടുണ്ട്. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും ഒരു കാലഘട്ടം ഇങ്ങനെ തന്നെയാണ്. സഭയിൽ ഒറ്റപ്പെടുകയും സഭയിൽ യോനാങ്ക്രൂസിനെ 1.5 വർഷമാണ് കർമ്മല സഭയുടെ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സഭകളിലൊന്നാണ് കർമ്മല സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഹൗസിൽ പൊട്ടിപ്പൊളഞ്ഞ സേഫ്റ്റി ടാങ്ക് പൊട്ടി ഒളിച്ച കക്കൂസിൽ അടച്ചിട്ടത്. അപ്പം ഇതിങ്ങനെയാണ്. പക്ഷെ ഇന്ന് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കൽ തിയോളജനാണ്. അമ്മ ത്രേസ്യയുടെ കാര്യത്തിലൊക്കെ തന്നെയാണ്. അപ്പം വിശുദ്ധരുടെ ജീവിതചരിത്രം താങ്കൾ പഠിച്ചാൽ താങ്കൾക്ക് ഈ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാവും. ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയതാ. പക്ഷെ ഡിസംബർ ഈ ക്ലാരിഫിക്കേഷൻ തന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഡിസംബർ പറഞ്ഞു മറ്റുള്ളവരെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡിസംബർ ഫോളോ ഔട്ട് മിനിസ്ട്രി തുടങ്ങി. ഇപ്പൊ വിമൽ ബ്രോയും ജോൺ ബ്രോയൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ല അത് ശരിയാണോന്ന് എൻ്റെ ഒരു ഡൗട്ടാണ്. അത് ഒരിക്കൽ കോൾ വന്നു. സോറി. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ആ ഒരൊറ്റ പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇപ്പം ആ പുള്ളി പോയി. ഇതാരാണ് ഈ ഗാബി? താങ്കളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് മുകളിലോട്ട് വരാം. ആൻഡോ നിശബ്ദമായി വളരെ ശാന്തമായി ഇരിക്കുകയാണ്. കിരികിരി ആയിക്കഴിഞ്ഞാൽ ഞാൻ താഴോട്ടുള്ളൂ. നിനക്ക് സംസാരിക്കാൻ വരുന്ന സമയത്ത് നിന്നോട് ഞാൻ സംസാരിക്കും. ഇപ്പം ഞാൻ ഡേവിഡിന് എൻ്റെ ഒരു ചോദ്യത്തിന് ഡേവിഡ് പോയി
ഡേവിഡ് വരുമ്പം മറുപടി പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് ഞാൻ കരുതുന്നു. ആൻഡോ, തനിക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞത്? താങ്കൾ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചിലപ്പോൾ ഒരു 1, 2, 3 താങ്കളുടെ പറയുന്നതിനനുസരിച്ച് സമയമെടുക്കും. അപ്പോൾ താങ്കൾ ഒരു കാരണവശാലും മൈക്ക് എടുക്കരുത്. മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴോട്ടുണ്ട്. ഡേവിഡ് വന്നു. പറഞ്ഞു. സോറി, എനിക്കൊരു കോൾ വന്നതിനിടയിൽ. ഇപ്പൊ അപ്പൊ ഞാൻ ഞാൻ ഈ കുറച്ചൊന്ന് റീഫ്രൈസ് ഈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഉം, ഇപ്പൊ ഡിസംബർ പറഞ്ഞ അന്യോന്യം സ്നേഹിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ വചനപ്രകാരം പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ഈ ഡിസംബറോ അത് ചെയ്യുന്നില്ല. ഡിസംബറോ അതിന് പകരം ഇപ്പം വിമൽ ബ്രോ ഒരു റൂമിലിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിമൽ ബ്രോയ്ക്കെതിരെ വീഡിയോ ഇടാൻ പോകുന്നു, അവരെ നായ്ക്കളെന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ബൈബിൾ പ്രകാരം ശരിയാണെന്നും ഡിസംബറോ സ്ഥാപിക്കുന്നു. അപ്പം അപ്പൊ എനിക്ക് ഇപ്പൊ ഡിസംബറോ പറഞ്ഞ വാദങ്ങൾക്കൊക്കെ എതിരായിട്ടല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഇല്ല, താങ്കള് ഞാൻ പറഞ്ഞ വാദങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരുന്നുള്ളൂ. ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ, താങ്കൾ അന്നേരം താഴെ ഇരുന്ന് കേട്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. യോഹന്നാന്റെ ഞാൻ തിരുവചനമാണ്, കത്തോലിക്ക സഭക്ക് ദൈവവചനമായി തന്നിരിക്കുന്ന തിരുവചനം നമ്മൾ ജീവിക്കണം. വചനത്താലും പ്രവൃത്തിയാലും വിചാരത്താലും ഒരാൾ ആന്തരികമായി ആഴത്തിൽ ജീവിച്ചില്ലെങ്കിൽ അവൻ സഭയിൽ അംഗമാകുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാവുന്നതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കത്തോലിക്കൻ നിർബന്ധമായും വചനത്തിലും ആഴത്തിൽ ജീവിക്കണം. അപ്പം ഞാനൊരു വചനം വായിക്കാം, കേട്ടോ. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത ക്രിസ്തുവിന്റെ പ്രമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ്. എന്താണ്? അപ്പോൾ യഹോവ പിശാചാണെന്നും വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ വിമൽ എന്ന എൻ്റെ ഒരു അയൽക്കാരൻ, എന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരൻ പോയി അഭിവാദനം ചെയ്യുകയും അവൻ്റെ കൂടെ ഇരുന്ന് അവൻ പറയുന്ന നെറികേടുകൾ കേട്ട് ആസ്വദിക്കുകയും അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം എങ്ങനെയാണ് അനുകൂലിച്ച് സംസാരിക്കുന്നത് എന്നും ഞാൻ വിമലിൻ്റെ യൂട്യൂബ് വീഡിയോ ചിലപ്പോൾ നാളെ രാവിലെ ചെയ്യും, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ എന്തെന്നാൽ അവനെ അഭിവാദനം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ പങ്കുവയ്ക്കും. അപ്പോൾ എൻ്റെ ഒരു അയൽക്കാരൻ എന്നെ പോലെ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന തെറ്റ് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ അവനെ ചൂണ്ടിക്കാണിക്കുകയും അവനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എന്താണ്? എന്നെ പോലെ തന്നെ അവന് നിത്യജീവൻ പ്രാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവനെ ഉപദേശിച്ചിട്ടൊന്നും അവൻ നന്നാകുന്നില്ല. അപ്പോൾ അതിശക്തമായ വിമർശനത്തിലൂടെ അവനെ തിരുത്തുവാണെങ്കിൽ തിരുത്തട്ടെ, അതാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം പോയി. ഓക്കെ, ഇനി ആൻഡോ തുടങ്ങിക്കോളൂ. ഈ യോഹന്നാൻ ക്രൂസ് ആരെങ്കിലും പട്ടീന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. അപ്പൊ ഈ പറയുന്ന വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടോ അറിയത്തില്ല. ഇത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നേ, ബൈബിളില് ഇപ്പൊ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥത്തില് അത് അങ്ങനെ വിളിക്കാവുന്നതാണോ? അല്ലല്ലോ. വിളിക്കാനുള്ളത് തന്നെയാണ്. വിളിക്കേണ്ടവരെ പട്ടികളെന്നും അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ അയ്യപ്പൻ പട്ടികളെന്നും തന്നെ വിളിക്കേണ്ട വന്നാൽ വിളിക്കും. ഇപ്പൊ യേശു ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നീ മൈക്ക് എടുക്കരുത്, ഞാൻ സംസാരിക്കുമ്പോ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് നീ മൈക്ക് എടുക്കരുത്. നീ സംസാരിച്ച് നിർത്തി കഴിഞ്ഞാൽ ഞാൻ നിർത്തി എന്ന് പറഞ്ഞാലേ ഞാൻ മൈക്ക് എടുക്കുള്ളൂ. അപ്പം ഞാൻ ഇപ്പം ക്ലോസ് ചെയ്യും. അപ്പം യേശു ക്രിസ്തു വെള്ളയടിച്ച കുഴിമാടങ്ങളെ, ഒരാളെ വെള്ളയടിച്ച കുഴിമാടം, അകത്ത് ചീഞ്ഞളിഞ്ഞ പുറത്ത് വെള്ളയടിച്ച കുഴിമാടം എന്ന് വിളിക്കുമ്പോൾ യേശു ക്രിസ്തു പച്ചയ്ക്ക് ഒരു പട്ടിന്ന് വിളിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയ വിളിയാണത്. കപട നാട്ടിക്കാർ, ഇങ്ങനെ നിരവധി വേർഡുകൾ ചില മനുഷ്യരെ സാത്താന്റെ സന്തതികൾ യേശുക്രിസ്തു നിരന്തരമായി പറയുന്നത്. നിങ്ങളുടെ അപ്പൻ
ആയാൽ സാത്താന്റെ സന്തതിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല. അപ്പം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇനി പറഞ്ഞോളൂ. ഉം. അപ്പൊ യേശു ക്രിസ്തു ഇപ്പൊ ടിസ്നേട്ടൻ പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞ പോലെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ അനിൽകുമാർ അയ്യപ്പൻ പണ്ട് വിളിച്ചത്. അതായത് യു ആർ ദ ഇല്ലിജിറ്റിമേറ്റ് സൺ, തന്തയില്ലാത്തവനെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ടിസ്നേട്ടനൊക്കെ അതിന്റെ എതിര് പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞേ? നീ ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ യു ആർ ദ ഇല്ലിജിറ്റിമേറ്റ് സൺ, അതായത് നീ മറ്റേ ഏഷ്യാപുത്രനാന്നൊരു സാധനം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളില്. അത് വെച്ചോണ്ട് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞപ്പോ നമ്മളൊക്കെ ഇതിനെ എതിർത്തായിരുന്നല്ലോ, അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അങ്ങനെയല്ല, അതിനകത്ത് ബൈബിൾ അനുസരിച്ച് ഒരു വ്യക്തി ഇപ്പം ആൻഡോനെ എനിക്ക് കള്ളൻ എന്ന് വിളിക്കാം ബൈബിൾ അനുസരിച്ച്. പക്ഷെ എന്റെ മനസാക്ഷിയിൽ വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം ആൻഡോ കള്ളനാണ്. എനിക്കൊരു വ്യക്തിയെ സാത്താന്റെ സന്തതി എന്ന് വിളിക്കാം. എന്റെ മനസാക്ഷിയിൽ അവൻ പിശാചിനെയാണ് ദൈവത്തെക്കാൾ ഉപരി ബഹുമാനിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ അനിൽകുമാർ അയ്യപ്പൻ ഏത് സാഹചര്യത്തിലാണ് വിളിച്ചത്, അവൻ യഥാർത്ഥത്തിൽ സത്യസന്ധമായി മനസാക്ഷിയെ ലംഘിക്കാതെയാണോ വിളിച്ചത്, അതോ വിളിക്കാൻ പാടില്ലാത്ത ഒരാളെയാണോ വിളിച്ചത്, ഇങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഞാൻ ഓർക്കുന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല. അത് എന്തെങ്കിലും ആ വിഷയം ഇനി ഇപ്പം ഓരോ ജീവിതത്തിൽ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നായല്ലാത്ത ഒരുത്തനെ, എൻ്റെ മനസാക്ഷിയിൽ 100% നായയുടെ സ്വഭാവമുള്ള ഒരുത്തനെ അല്ലാതെ ഞാൻ നായെന്ന് വിളിച്ചാൽ അത് ബൈബിൾ അനുസരിച്ച് ഒരു പാപമാണ്. അപ്പം ബൈബിൾ, അത് നിങ്ങളുടെ മനസാക്ഷിയാണ് നിങ്ങളെ അത് ചോദിക്കുന്നത്. ഇത്ര എനിക്കതിന് പറയാനുള്ളത്. അതുകൊണ്ട് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞത് എന്താണ് ശരിയാണെന്നുള്ളത് നിങ്ങൾ അനിൽകുമാർ അയ്യപ്പൻ ചോദിക്കുക. അപ്പൊ ഞാനും ഒരു പറയുന്നതന്നെ, സംശയം, എനിക്ക് അതിനുള്ളൊരു വിലയിരുത്താനുള്ളൊരു എല്ലാം 100% ഇല്ലെങ്കിലും ഒരു കൃപ എനിക്ക് ലഭിക്കാറുണ്ട്. ആ സാഹചര്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കാതിരിക്കൂ എന്നുള്ള വചനം ബൈബിളിലുണ്ടോ? 100% ശരിയാണ്. ഞാൻ ആരെയും വിധിക്കാറില്ല. പിന്നെ അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഒരാളെ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്ന് താങ്കൾ പറയുന്നത്? ഇപ്പോ ഒരു സുപ്രീം കോടതി ജഡ്ജി വിധി പറയുന്നു. ആ വിധി സുപ്രീം കോടതിയുടെ ജഡ്ജി ക്ലർക്ക് വായിച്ചു, അത് വാലിഡാണ്. സുപ്രീം കോടതി ഒരു വിധിവാദം എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് സുപ്രീം കോടതിയുടെ ക്ലർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഇത് അവർക്ക് വായിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അത് വാലിഡാണോ? അത് വാലിഡാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ വ്യക്തികളെ വിധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് ഞാൻ വിധിക്കുക. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ക്ലെയിം, പരിശുദ്ധാത്മാവ് തന്റെ വിധി എന്നെ അറിയിക്കുകയും അത് ഞാൻ വിളിച്ചു പറയുകയുമാണ് ചെയ്യുന്നത്. താങ്കൾക്ക് അത് തള്ളിക്കളയാം, ടീസണിൽ പിശാചാണെന്ന് പറയാം, യേശുക്രിസ്തുവിനെ കുറിച്ചും നിന്നിൽ പ്രവർത്തിക്കുന്ന ബെൽസബൂലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പം നമുക്കാരെയും സ്വന്തം ബുദ്ധിയിൽ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ ജഡ്ജ് ചെയ്യുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ വിധിക്കാൻ ആരുമില്ലേ, നിങ്ങൾ മാലാകമാരെ പോലും വിധിക്കേണ്ടവരല്ല എന്ന് പൗലോസ് ലീഗ ക്രിസ്ത്യാനികളോട് ചോദിച്ചു. അപ്പൊ ടിസൻ ചേട്ടൻ പറഞ്ഞു വരുന്നത്, ടിസൻ ചേട്ടൻ ആൾക്കാരെ വിധിക്കുന്നത് പരിശുദ്ധാത്മാവ് ടിസൻ ചേട്ടനോട് പറഞ്ഞിട്ടാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്നതല്ല, ഞാൻ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സീരിയസ് ആയ എല്ലാ കാര്യങ്ങളും ഞാൻ അഡ്രസ് ചെയ്യുന്നത്. എന്റെ അപ്പൊ ഞാൻ ഇപ്പൊ അറിവനുസരിച്ച് പറയല്ല, എന്നും ഞാൻ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെ അതിനാണല്ലോ എല്ലാവരും ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്നത്. ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇങ്ങനെ ഒരാളെ ശപിക്കാൻ എന്റെ അറിവിൽ ക്രിസ്ത്യാനിറ്റിയില് പരിശുദ്ധാത്മാവ് ആർക്കും വരം കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയാറുമില്ല, ഞാൻ പഠിച്ചതനുസരിച്ച്. പറഞ്ഞു അതേത് കഴിഞ്ഞോ? പരിശുദ്ധ അല്ല, അതെങ്ങനെയാണ് ആ പരിശുദ്ധാത്മാവ് ടിസൻ ചേട്ടന് മാത്രം അങ്ങനെ ഒരു ഇത് വരുന്നത്?
അല്ല അത് വിട്ടല്ല, അത് ഇപ്പൊ പറയുന്നില്ലല്ലോ, അത് പോട്ടെ, അത് പോട്ടെ ഇതിനകത്ത് ആൻഡോ. മറുപടി അത് ഇപ്പൊ കൊടുത്തിട്ട് ഇപ്പൊ പറയാം അങ്ങനെ പറയുന്നില്ല, പറഞ്ഞു. ഈപ്പച്ചൻ ബ്രദറെ. പിന്നീട് പറഞ്ഞിട്ടില്ലല്ലോ, അത് വിട്ടല്ലോ. അത് ഇപ്പൊ പോട്ടെ, പറഞ്ഞെന്ന് ആൽഫിൻ കൂടെ. ഞാൻ അങ്ങനെയാ പറയുന്നതെന്ന്. അങ്ങനല്ല. ഞാൻ അതിനൊരു മറുപടി കൊടുത്തിട്ട് ഈപ്പച്ചൻ പറഞ്ഞു ആൻഡോ ഈപ്പച്ചൻ ബ്രദറിലേക്ക് ഒന്ന് പോവാണ്, താങ്കളെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി പറഞ്ഞു. ടിസൺ എന്നെ ഒന്ന് മ്യൂട്ട് ചെയ്തു, എന്റെ ഫോൺ എന്റെ അടുത്തല്ല. ആ എനിക്ക് എങ്ങനെയാ മ്യൂട്ട് ചെയ്യുന്നൊന്നും അറിയത്തില്ല, നീ പറയുന്നത് എന്തോ ഒച്ചയും കേൾക്കുന്നില്ല, അതാണ് ഇതിനകത്ത് കുഴപ്പം. ആ ഇപ്പൊ ഇത് മൊത്തം മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണല്ലോ. ഓക്കെ ആൻഡോ, താങ്കൾ ചോദിച്ചത് ഞാൻ ആരെയും എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ പ്രവാചക അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയമാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചക അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഒരാളെയും ശപിച്ചിട്ടില്ല. ഞാൻ ശപിച്ചാൽ അത് ഫലിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുന്നറിയിപ്പാണ്. എല്ലാ വ്യക്തികളോടും ഞാൻ പറഞ്ഞുള്ളത്, നിങ്ങൾ ഇന്ന രീതിയിൽ, ഇപ്പം ഒരു വ്യക്തി എന്താണ് ഒരു റോങ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ മോട്ടോർ വേയിൽ നേരെ ഓടിക്കുന്നത് ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ വണ്ടി ഓടിക്കുകയാണ്, 100% അപകടമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ നീ നശിക്കും. എന്നിട്ട് ഞാൻ പറയാണ്, നീ ആദ്യം തിരുത്തി ശരിയായ എതിർ സൈഡിലേക്ക് നീ വരണമെന്ന് പറഞ്ഞാൽ അത് ശാപമല്ല. അപ്പോൾ ഞാൻ ഈ ക്ലബ് ഹൗസിൽ പലരോടും പറഞ്ഞ എല്ലാവരോടും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ നിയമത്തിൽ അസന്നിഗ്ധമായ ഒരു ശാപം ഓൾറെഡി തന്നെ ശപിച്ചു വെച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനോ ഒരു മാലാഖയോ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തിരുവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ വിസ്റ്റത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി നിത്യനാശത്തിലേക്ക് പോകുന്നു എന്ന് 100% ബോധ്യം വരികയും ആ വ്യക്തിക്ക് അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം എന്ന് ബോധ്യം വരുമ്പോൾ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയുന്നു, നീ ഇങ്ങനെ പോയാൽ നശിക്കും, നീ തിരുത്തണം എന്നാണ് പറയുന്നത്. ഞാനല്ലാതെ ഒരു വ്യക്തിയെയും എൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ടോ എൻ്റെ മനസ്സുകൊണ്ടോ നശിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ വിധിച്ചിട്ടില്ല. ഇതുവരെ ദൈവം എന്നെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചിട്ടുമില്ല. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് മറുപടി പറഞ്ഞു. ഇനി ഈപ്പച്ചൻ ബ്രദറിലേക്ക് പോവാണ്. ഈപ്പച്ചൻ ബ്രദർ എന്ത് ചോദിക്കാനാണ് താങ്കൾ? ഞാൻ ഈ പ്രാവശ്യം പിന്നെ ടിസം ബ്രദറിന് എതിര് പറയാൻ വന്ന കാരണം, ഞാൻ ഈ പറഞ്ഞോളൂ. ഇപ്പൊ ആൻഡോ പറഞ്ഞ ഈ വിഷയത്തിനോടൊന്ന്, അത് വേറെ സബ്ജക്ട്, അത് ഒരിക്കൽ പറഞ്ഞു, അത് പിന്നീട് പോയില്ല, അത് പോക്കെ, അത് ഫിനിഷ്, അത് കഴിഞ്ഞു, അത് പോട്ടെ, അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ ടിസം ബ്രദറിന്റെ മുമ്പേ പറഞ്ഞ ആ ബൈബിൾ ഭാഷയുണ്ടല്ലോ, വെള്ള തേച്ച ശവക്കല്ലറുകളെ എന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്, അതിനോട് എനിക്ക് യോജിപ്പില്ല. ആ ട്രാൻസ്ലേഷൻ ഈസ് റോങ്. ഞാൻ താങ്കൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം, മതിയോ? മത്തായിയുടെ സുവിശേഷം, അവിടെ മാത്രമല്ല എങ്കിലും ഞാൻ POC ബൈബിളിൽ നിന്ന് അത് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഒന്ന് എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. 23 ഒരു 10 തൊട്ട് വായിക്കാം. ഇതാ 13 തൊട്ട്. കപടനാട്യക്കാരെ നിയമചര്യ ഫരിസരെ നിങ്ങൾക്ക് ദുരിതം. അപ്പോൾ എന്താണ്? നിയമചര്യം ഫരിസരെ കപടനാട്യക്കാർ, കപടന്മാർ എന്ന് യേശുക്രിസ്തു വിളിക്കുകയാണ്. നിങ്ങളുടെ മനുഷ്യമുള്ള സ്വർഗരാജ്യം അടച്ചു കളയും, നിങ്ങൾ അതിൽ പ്രവേശിക്കാവുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്ടക്കാർ നിയമചര്യ ഫരിസരെ നിങ്ങൾക്ക് ദുരിതം. ഒരുവന് നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റു സഞ്ചരിക്കും. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതികളാക്കി തീർക്കും. എന്താണ്? ആരാണ് നിങ്ങൾ? നരകസന്തതികളാണ് എന്ന് കപടനാട്ടക്കാരെന്ന് വിളിക്കുന്നു, നരകസന്തതികൾ എന്ന് വിളിക്കുന്നു. കാരണം നിങ്ങളുടെ ഇരട്ടി നരകസന്തതികളാക്കി തീർക്കുന്നു. അപ്പം നിങ്ങൾ ഓൾറെഡി നരകസന്തതിയാണ്, അതിന് ഡബിൾ നരകസന്തതിയാക്കി മാറ്റുമെന്ന് പറയുന്നത്. അന്ധരായ മാർഗദർശികളെ. അപ്പോൾ നിങ്ങൾ എന്താണ്? അന്ധൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാഴ്ചയില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾ കള്ളന്മാരാണ്, അന്ധരാണ് മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു ഒരു ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവർ കടപ്പെട്ടിരിക്കുന്നു. അന്ധരും മൂഢരുമായവരെ, വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ അതേ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, അന്ധരും മൂഢരുമായവളെ. വിഡ്ഢികൾ എന്നാണ് മൂഢർ എന്ന് പറഞ്ഞ അർത്ഥം.
ഏതാണ് പോലെ? സ്വർണമോ, സ്വർണത്തെ പവിത്രമാകുന്ന ദേവാലയമോ? നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുക്കളെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവന്. അന്തരെ ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്ര പീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിനു മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടാണ്. കപടനാട്ടിക്കാരായ നിയമജരെ, വീണ്ടും നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളെ, നീതി, കാരുണ്യം, വിശുദ്ധ എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ള അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്താണ് ഇവിടെ അടുത്ത്? മാർഗദർശികൾ മാത്രമല്ല, കൊതുകിനെ അരിച്ചു നീക്കി ഒട്ടകത്തെ വിഴുങ്ങുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും രൂക്ഷമായ വിമർശനമാണ്. വലിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ കാണിച്ച് വലിയ തിന്മകൾ ചെയ്യുന്നവർ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. കപടനാട്ടക നിയമത്തിലെ ഫരിസേയർ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും മൂടി പിടിക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാണ്? കവർച്ചയും ആർത്തിയും നിറഞ്ഞവരാണ് നിങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ പാനപാത്രത്തിന് കവർച്ചയും ആർത്തിയൊന്നുമില്ലല്ലോ. അപ്പം അന്ധരായ ഫരിസേരെ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറമോടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം അശുദ്ധി. കപടനാട്ടുകാരെ നിയമത്തിലെ ഫരിസേയർ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾക്ക് വെള്ളമടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമെ മനോഹരമായി കാണപ്പെടുന്നു, എങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യം നിറഞ്ഞിരിക്കുന്നു. എന്നാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾ? ഒരു വ്യക്തിയെ, നീ സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞ ഒരു കപടനാണ്. പുറത്ത് നീ എന്താണ്? വളരെ മനോഹരമായിരിക്കുന്നു, അകത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ് എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. ഇനി അതുപോലെ അവരെ കൂട്ടത്തോടെ പറയുന്നത്. അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നിങ്ങൾ അനീതിയുടെ പുത്രന്മാരാണെന്നാണ് പറയുന്നത്. കപടമായ നിയമപര ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവങ്ങൾ നിർമ്മിക്കുകയും നീതിമാരെ അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതങ്ങ് വായിച്ചു പോയാൽ മതി. അപ്പം ഇത് തിരുവചനത്തിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. താങ്ക് യു. അല്ല, സോറി ബ്രദറെ, ഞാൻ ഒരു മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടു, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കേട്ടായിരുന്നു. പക്ഷെങ്കിൽ ആ എക്സ്പ്ലനേഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. അത് ഈ വേർഡ് ടു വേർഡ് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചിലർ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതേ അവസ്ഥയിലാണ് ടിസൺ ബ്രദർ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സാഹചര്യത്തിൽ ആരാണ് പറയുന്നത്? കർത്താവിന് അത് പറയാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് അത് അവിടെ പറയുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? ആ വന്ന കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് ആയിട്ടുള്ള പ്രവർത്തനമാണ് കർത്താവ് ചെയ്തത്. അപ്പം കർത്താവ് ചെയ്തത് വെച്ചിട്ട് കർത്താവ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വേറെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ വേർഡ് ടു വേർഡ് എടുത്ത് കോപ്പി എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കുറുക്കാന്നും എന്നൊക്കെ പറയാം. ഇപ്പൊ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. വഴിയെ പോകുന്നൊരു കുരുടനെ പിടിച്ചു നിർത്തി വെച്ച് ഞാൻ പറയാണ്, ഞാൻ നിന്റെ കണ്ണിലൊന്ന് തുപ്പട്ടെ എന്ന് പറഞ്ഞിട്ട് തുപ്പി, അവന്റെ കണ്ണിൽ തുപ്പി കഴിഞ്ഞാൽ ഇന്ന് ഗതി എന്തോ അടി കിട്ടുമില്ലേ? അപ്പൊ ഞാൻ സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ നിന്റെ കണ്ണിൽ തുപ്പാൻ പോകാന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിൽ തുപ്പി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇപ്പം കർത്താവ് വന്നത് ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ അന്ന് കർത്താവ് വന്നതിന്റെ ഒരു ആഗമന ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ആഗമന ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കേവലം മനുഷ്യനായി മാത്രമല്ല കർത്താവ് വന്നത്, ദൈവമായിട്ടൂടാണ്. ആ അധികാരത്തോടു കൂടിയാണ് കർത്താവ് ആ കാര്യങ്ങൾ ചെയ്തത്. ഇതിനുള്ള മറുപടി, താങ്കൾ ബൈബിളിനെ മനസ്സിലാക്കുന്ന രീതിയിലല്ല പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അതാണ് അതിന്റെ മറുപടി. ഇനി താങ്കളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് താങ്കൾ സംസാരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ അനുസരിച്ച് തന്നെ പല തെറ്റുകളുണ്ട്. ഞാൻ ചെയ്തതും അതിനേക്കാൾ വലിയ പ്രവർത്തികളും നിങ്ങൾ ചെയ്യുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ കാണിക്കും. ഇപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വിധിക്കാൻ ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ്. മാലാഖമാരെ പോലും നിങ്ങൾ വിധിക്കേണ്ടവരല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് ഈ ക്രിസ്തുവിന്റെ സ്വഭാവം അയാളുടെ വിളിക്കുള്ളിലെ വിളി അനുസരിച്ച് കാണിക്കും. അപ്പം താങ്കൾ പറയുകയാണത് കർത്താവ് മാത്രമേ കാണിക്കുകയുള്ളൂ, ബാക്കി ആരും കാണിക്കുകയല്ല. കർത്താവ് ചെയ്തതിനേക്കാൾ വലിയ പ്രവർത്തികൾ ചെയ്യും. ഇനി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവിനെ എല്ലാവരും സൗഖ്യപ്പെടുത്താൻ പറ്റുമോ? കർത്താവ് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ,
അവരുടെ വിശ്വാസം നിമിത്തം അവരുടെ ഇടയിൽ അധികം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം മനുഷ്യരെ ഉയർപ്പിച്ച എത്രയോ പ്രൊട്ടസ്റ്റന്റ് വചനപ്രഘോഷകരുണ്ട്. ഡാങ്കയൊക്കെ 21ഓളം മനുഷ്യരെ ഉയർപ്പിച്ചെന്നാണ്. അപ്പം ഇതുപോലെ ദൈവാത്മാവ് നയിക്കുമ്പോൾ ക്രിസ്തു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യും. ഇത്ര എനിക്കതിന് പറയാനുള്ളൂ. ആ ക്രിസ്തു ചെയ്ത് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുകയും സംസാരിച്ചതുപോലെ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ വിളിയും ദൗത്യവും അനുസരിച്ച് അത് വേരിയേഷൻ ഉണ്ടാവും. ക്രിസ്തുവിൽ ഇതെല്ലാം പൂർണ്ണമാണ്. പക്ഷേ നമ്മളിൽ വരുമ്പോൾ ഈ പൂർണ്ണതയുടെ ചില പാർട്ടുകളാണ് വരിക. പക്ഷെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തുമ്പോൾ പയ്യെ 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 ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനും തുടങ്ങും. അപ്പം ഇതിനകത്ത് പ്രശ്നം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കിത് മനസാക്ഷി കുത്തില്ലാതെ നുണ പറയാതെ പറയാൻ പറ്റുമെന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഡിസംബർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലെന്നോ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കയില്ലെന്നോ രോഗികൾ സൗഖ്യമാകത്തില്ലെന്നോ മരിച്ചവർ ഉയർക്കില്ലെന്നോ അല്ല, ഒന്നുമല്ല ഞാനല്ല ഇതൊക്കെ സാധിക്കും. ചോദിച്ചോട്ടെ. ഇതൊക്കെ അല്ല, സാധിക്കും. ഈ പക്ഷെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ചില വ്യക്തികളെ വിമർശിച്ചതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരെയും വിമർശിക്കുകയില്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ല ക്രിസ്തുവിന്റെ ആ വിമർശനം എന്തിനു വേണ്ടിയുള്ള വിമർശനമാണത്? ആ ഇത് വിമർശനത്തിന്റെ രീതി തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു, ഞാനൊരു കാര്യം പറഞ്ഞു, ആ കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ അതിന് ആധാരമായിട്ട് എവിടെന്നെങ്കിലും ഒരു ബൈബിൾ റെഫറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം എന്ന് വെച്ച് ആധാരമായിട്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ ഒരു വാക്യമോ എടുത്ത് കാണിക്കുക. കർത്താവ് അവസാനം കർത്താവ് പറഞ്ഞതിന്റെ ദ വോൾ എന്താണ് പറഞ്ഞത്? വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിന് കൃത്യമായി ബൈബിൾ ഒരു രേഖ നമുക്ക് തരുന്നുണ്ട്. ദർ ഇസ് എ പ്രോസസ്. ഇപ്പോൾ രണ്ട് സഹോദരന്മാർ തമ്മിൽ, ഇപ്പോൾ ഞാനും ടിസം ബ്രദറും തമ്മിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ടിസം ബ്രദറിനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി, പിണക്കമുണ്ടായി. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന് ബൈബിൾ ഒരു പ്രൊസീജിയർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട്. ആ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് തമ്മിൽ വ്യത്യാസം കാണും. അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം മാത്രമല്ല, എൻ്റെ മനസാക്ഷിയിൽ കുത്തില്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞാൻ കോളവിട്ട് മിനിസ്ട്രി നടത്തുന്നത്. എന്താണ് പ്രൊസീജിയർ? നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ അവനോട് പറയുക. അവൻ കേട്ടില്ലെങ്കിൽ 2 or 3 സാക്ഷികളോട് ചേർത്ത് പറയുക. എന്നിട്ടും കേട്ടില്ലെങ്കിൽ സഭയിൽ പറയുക. എന്നിട്ടും കേട്ടില്ലെങ്കിൽ അവനെ വിജാതീയനെ പോലെ കരുതുക. അപ്പം ഞാൻ സഹോദരനായി ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഞാനിത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുന്നൊന്നും ഉണ്ടാകുകയില്ല. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ടാവും, സെക്കൻഡ് സ്റ്റേജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജും കഴിഞ്ഞിട്ടുള്ള ആ അവസാന ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. ഇനി ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ബൈബിളിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സെക്കൻഡ്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായമാണോ 6-ാം അധ്യായമാണോ? 9-ാം അധ്യായം. ഞാനത് ചുരുക്കി പറയാം. അത് വായിക്കണമെങ്കിൽ അത് വിശദമായിട്ട് വായിക്കണം. 9-ാം അധ്യായം അല്ല, ആശയം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ അത് ഇപ്പം എന്തായാലും എസെക്കിയേൽ കള്ളത്തരമൊന്നും പറയാൻ പ്രവാചകന്റെ പോകുന്നില്ല. പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവാചകന് ദൈവം നൽകുന്ന ഒരു വിളിയുണ്ട്. വിളി ഇതാണ്: ഒരു നീതിമാൻ പാപം ചെയ്യുന്നത് കണ്ടാൽ നീ അവനോടത് പറയുക. അവൻ അത് കേട്ടിട്ട് അവനത് തിരുത്തിയാൽ അവൻ അവൻ്റെ ആത്മാവിനെ രക്ഷിക്കും, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ നിലനിർത്തും, അല്ലെങ്കിൽ രക്ഷിക്കും. നീ നിന്റെ ജീവനും രക്ഷിക്കും. ഒരു നീതിമാൻ പാപം ചെയ്യുന്ന കണ്ടാൽ നീ അവനോട് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ പാപത്തിന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. ഇതാണ് 1-ാമത്തെ വിളി.
അപ്പം ഒരു സഹോദരനായി നമ്മൾ കരുതുന്ന ഏതൊരു വ്യക്തി നീതിമാനാണ്. ബൈബിളിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവരല്ല. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്ന വ്യക്തികളാണ് പുതിയ നിയമത്തിൽ സഹോദരന്മാർ. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആരും ആകാം, പക്ഷെ സഹോദരന്മാർ അങ്ങനെയുള്ളവരാണ്. ഇനി ഒരു ദുഷ്ടൻ പാപം ചെയ്യുന്നത് കണ്ടാൽ ഞാൻ നിന്നോട് പറയുമ്പോൾ നീ അവനോട് പറയണം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടും നീ അവനോട് പറയാതിരുന്നാൽ അവൻ്റെ പാപത്തിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. അപ്പം എൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ പ്രവാചക ദൗത്യത്തിൻ്റെ മറ്റൊരു മുഖമാണിത്. ഇപ്പം സഹോദരന്മാരായിരിക്കുന്ന ആളുകൾ, നമ്മളുടെ മനസാക്ഷിയിൽ സഹോദരന്മാരായ ആളുകളോട് അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ട് പറയാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വത്തിലും ജ്ഞാനത്തിലും നിന്നുകൊണ്ട് തന്നെ അവരോട് പറയണം. പക്ഷേ നമ്മൾ ആ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്തായിത്തീരും? അവൻ നമ്മുടെ സഹോദരനല്ല. അപ്പം കേട്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഈപ്പച്ചനും ഞാൻ സഹോദരനാണ്, ഈപ്പച്ചനോട് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് നിർബന്ധമായും സഹോദരൻ്റെ കാവൽക്കാരനായി മാറേണ്ട ഈപ്പച്ചനോട് ഞാൻ വന്ന് പറയണം, ഈപ്പച്ച എൻ്റെ മനസാക്ഷിയിൽ താങ്കൾ ചെയ്യുന്ന തെറ്റാണ്, തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ തെറ്റാണ്. അപ്പോൾ ഈപ്പച്ചൻ പറയുകയാണ് ടിസം പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല, ടിസം പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും പരസ്പരം ബഹുമാനിക്കുക സഹോദരമായി കരുതുന്നവരാണെങ്കിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് വന്നു, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? 2 or 3 സാക്ഷികൾ, കുറച്ചും കൂടെ വിവേകവും പക്വതയുമുള്ള 2 or 3 സാക്ഷികളുടെ മുന്നിൽ വെച്ച് എൻ്റെ കംപ്ലൈൻറ്റും താങ്കളുടെ നിലപാടും അവതരിപ്പിക്കും. അപ്പോൾ സാക്ഷികൾ അതിനെ വിലയിരുത്തി ഞാൻ പറഞ്ഞതാണോ ഈപ്പച്ചൻ ബ്രദർ പറഞ്ഞതാണോ ശരിയെന്ന് പരിശോധിക്കും. അവിടെയും അത് പരിഹരിക്കപ്പെടുന്നെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സഭയിൽ പറയും. സഭയുടെ തീരുമാനം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള ഫൈനലാണ്. അപ്പോൾ എനിക്ക് 100% ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും സഭ പറയുകയാണ് ഈപ്പച്ചൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ വഞ്ചന നിനക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ എന്ന പൗലോസ്ലീഹായുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സഭയെ മാനിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തെ മാനിച്ച് നിശബ്ദമാക്കണം. ഇതാണ് ദൈവത്തിന് വിട്ടുകൊണ്ട്, ഇതാണ് ഒരു ക്രിസ്ത്യാനി. ഇവിടെ ഏത് സ്റ്റേജിലും ഈപ്പച്ചൻ ബ്രദറിന് എന്നെ വയലേറ്റ് ചെയ്യാം. എന്താണ്? ഞാൻ ഈപ്പച്ചൻ ബ്രദറിനോട് സംസാരിക്കാൻ വരുമ്പോൾ എന്നെ കളിയാക്കി വിടുകയും എന്നെ അപമാനിച്ച് വിടുകയും ചെയ്താൽ ആ നിമിഷം ഞാൻ സഹോദരനല്ലാതായി മാറും. ഇനി സാക്ഷികളുടെ മുന്നിൽ വെച്ച് തീരുന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ് നമുക്ക് സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവിടെയും കളിയാക്കി വിടുകയും ചെയ്താൽ സഹോദരൻ. അപ്പോൾ എന്തായി മാറി? താങ്കൾ വിജാതീയനായി മാറി. വിജാതീയൻ്റെ കാര്യത്തിൽ ദൈവം പറയുമ്പോൾ പറയുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചില ആളുകളോട് എൻ്റെ സഹോദരന്മാരല്ല എന്ന് 100% ഉറപ്പുള്ള ആളുകളെയും ഞാൻ കോൾ ഔട്ട് ചെയ്യാറുണ്ട്. സഹോദരന്മാരോട് എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ട വരാറില്ല. കാരണം ഈ 3 സ്റ്റേജിൽ എവിടെയെങ്കിലും വെച്ച് അവർ തിരുത്തും, അല്ലെങ്കിൽ ഞാൻ തിരുത്തും. എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ തിരുത്തും. പക്ഷേ സഭയെ മാനിക്കാൻ തയ്യാറുള്ള ഒരു സഹോദരൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പം സഭയെ പോലും മാനിക്കാൻ പറയാം അവൻ വിജാതീയനാണ്, എൻ്റെ സഹോദരനല്ല. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുമ്പോൾ ഞാൻ അവനോട് വിളിച്ചു പറയും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം കോശിയെ ഞാൻ കോൾ ഔട്ട് ചെയ്തു. കോശി ഒരു കാലത്തും എൻ്റെ സഹോദരനല്ല, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞു. കോശിയോടും പറഞ്ഞു, നാട്ടുകാരോടും പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അതൊക്കെ സംബന്ധ രീതി. പക്ഷെ ഞാൻ അതായിക്കോട്ടെ, ഞാൻ ആ രീതി ഒന്നും ചൂഷണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്ലബ് ഹൗസിന്റെ ഇതിനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഈ സഹോദരന്മാര് എന്ന് പറയുന്നതിന്റെ ഈ പ്രോസസ്സ് നമ്മൾ ഇവിടെ ക്ലബ് ഹൗസിൽ എവിടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഒരു കാത്തലിക് ആയിട്ടുള്ള ഒരു സഹോദരനെ തന്നെ കൂട്ടിക്കും. ഇപ്പം എന്നെ കൂട്ടണ്ട. അപ്പൊ കാത്തലിക് ആയിട്ട് ടിസം ബ്രദർ കരുതുന്ന ഒരു സഹോദരനടുക്ക് തന്നെ പറഞ്ഞു, ചോക്കെ ചെന്ന് ചോദിച്ചപ്പോൾ ചെന്ന് പറയുമ്പോൾ കളിയാക്കി വിട്ടു. അത് കഴിഞ്ഞ് 2-3 സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ആരെയാ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്? വഴി കാണുന്ന ഏതെങ്കിലും ഒരുതിനെ വിളിച്ചുകൊണ്ട് പോയാൽ പോരാ. ആ കാര്യങ്ങൾ പരിഹരിക്കാൻ പക്വതയുള്ള സഭയുടെ നേതൃത്വത്തിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിന് വിളിച്ചുകൊണ്ട് പോകേണ്ടത്. ആത്മീയ പക്വത പ്രാപിച്ച ആൾക്ക്, സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടല്ല കേട്ടോ, ആത്മീയ പക്വത പ്രാപിച്ച ആളുകളെയാണ് ഇതിനു വേണ്ടി വിളിച്ചുകൊണ്ട് പോകേണ്ടത്. ഈ വിളിച്ചുകൊണ്ട് പോയി അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സഭയും കഴിഞ്ഞിട്ട് അതും ആയില്ലെങ്കിൽ പിന്നെ അവനെ അച്ഛൻ പറഞ്ഞ പോലെ വിജാതീയനായിട്ട് എണ്ണുക എന്നുള്ളതാണ്. പിന്നെ വിജാതീയനോടുള്ള പ്രോസസ്സ് സെക്കൻഡ് പ്രോസസ്സാണ്. അവിടെ വിജാതീയനായിട്ട് എണ്ണുകയാണ്. വിജാതീയനായിട്ട് എണ്ണുമ്പോൾ ഇവിടെ ഇതെല്ലാം ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാവുന്നു? ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വിജാതീയനായിട്ടുള്ള പ്രോസസ്സില്ല ഇതിനകത്തേക്ക് സ്വയമായിട്ടൊരു ഒരു വിധി പ്രഖ്യാപനം കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വയമായിട്ട് വിധിച്ചിട്ടാണ് ഒരാളെ ഈ വിജാതീയനായിട്ട് എണ്ണുന്നത്. അപ്പൊ അങ്ങനെ വിധിക്കാനുള്ള അധികാരവും നമുക്കില്ല അങ്ങനെയാണെങ്കിൽ.
അതിനുള്ള മറുപടി ഞാൻ പറയാം. താങ്കൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി, ഞാനും താങ്കളും തമ്മിലൊരു പ്രശ്നം വരുന്നു. ആ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ താങ്കളോട് വന്ന് ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ നീ പോടാ, നീ ഏറ്റവും വലിയ തിന്മയാണെന്ന് ഡിക്ലെയർ ചെയ്യണം. നീ പെന്തക്കോസ് പാസ്റ്ററാണ്, നീ ഹെരസിയാണ്, നീ അതാണ് ഇതാണെന്ന് പറയാം. അതോടുകൂടി ഇപ്പോൾ JTK എന്ന് പറഞ്ഞ ഒരുത്തനെ ഇവിടെ നിന്ന് കമൻറ്റ് ഇടുന്നില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ചിലപ്പോൾ വീണ്ടും എഴുതുന്നുണ്ടോ. അതോടുകൂടി താങ്കൾ സഹോദര സ്ഥാനത്തു നിന്ന് പുറത്തായി. സഹോദരനാണെങ്കിൽ എന്തു ചെയ്യണം? ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കാൻ പറയണം. ഇവിടെ ഞാൻ ഹെരസിയാണ് എന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ ഇവരെ മുഴുവൻ ചലഞ്ച് ചെയ്തു. എന്താണ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു ചർച്ച നടത്താം, സംവാദം നടത്താം. ടിസൺ പറയുന്നതാണോ നിങ്ങൾ പറയുന്നതാണോ കത്തോലിക്ക സഭയുടെ ശരിയായ വിശ്വാസം? ഒരു ഹെരസിയെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നമുക്ക് സ്ട്രക്ചേർഡ് ഡിബേറ്റ് നടത്താം, അല്ലെങ്കിൽ ഡിസ്കഷൻ സ്റ്റോപ്പ് വാച്ച് വെച്ച് നടത്താം. ഇനി എൻ്റെ റൂമിലല്ല, വേറെ റൂമിൽ വെച്ച് നടത്താം. ഇവരാരും വന്നില്ലെന്ന് മാത്രമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത നുണകളും വ്യാജങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു നടക്കുവാണ്. അപ്പം പിന്നെ ഞാൻ അവരെ അതോടുകൂടി ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇവന്മാർ സഹോദരന്മാരല്ലാതായി തീർന്നു. പിന്നെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരായിരുന്നെങ്കിൽ ഒരു സഹോദരനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ സഹോദരൻ നമുക്ക് ചർച്ച നടത്താം, നമുക്ക് തെളിവുകൾ വെച്ച് സംസാരിക്കാം, നമുക്ക് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ അവരതിന് തയ്യാറാണ്. ഈ പറയുന്ന ഞാൻ ആദത്തിൻ്റെ പട്ടികൾ എന്ന് വിളിക്കുന്ന ഒറ്റ ഒരുത്തിനും ഇത് തയ്യാറായിട്ടില്ല. ഇനി ബെഞ്ചി, ഇത് ഈ തുടക്കത്തിന് ഏറ്റവും കാരണക്കാരനായ ബെഞ്ചി, ഞാനൊരു ഒത്തിരി ഹെരസി ഒന്നും പറഞ്ഞ് വിഷയാവതരണം നടത്തി. ഞാൻ അവനെ ചലഞ്ച് ചെയ്തു, നീ തെളിയിക്ക്. ഞാൻ റൂമിട്ട് യൂട്യൂബിലൂടെയും ഞാനത് കൃത്യമായിട്ട് അവൻ ആരോപിച്ച ആരോപണങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ കിടക്കണം. അവന് ഞാൻ വാട്സപ്പിൽ അത് ഇട്ടും കൊടുത്തു. അവൻ എനിക്കൊരു മെസ്സേജ് വിട്ടു, ഞാനിത് പഠിച്ചിട്ട് പ്രതികരിക്കാം. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു റൂമിലിരുന്ന് പറഞ്ഞു, ടിസന്റെ 5 ഹെരസി ഞാൻ പിടിച്ചു, ഇനി അവൻ സംസാരിക്കേണ്ട ഒരു 10 ഹെരസി വേണം. അപ്പോൾ ഇവരെ എങ്ങനെ സഹോദരന്മാരായി കാണാൻ പറ്റും? എനിക്കിവർ ഈ ആദത്തിൻ്റെ പട്ടികൾ എന്ന് വിളിക്കുന്നവർ എനിക്ക് സഹോദരന്മാരല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് അവരെ ഇത് ശക്തമായ രീതിയിൽ കോൾ ഔട്ട് ചെയ്യുന്നു പറഞ്ഞാൽ, ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു. ഇതാര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആളുകൾ പോലും പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ച് ടിസൺ പറയുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മനസാക്ഷിയിൽ എനിക്കൊരു കുത്തുമില്ല. ഒരു റൂമിലിരുന്ന് ആദത്തിൻ്റെ പട്ടികളെന്ന് പേര് പറഞ്ഞ് വിളിച്ചിട്ട് അന്നേരെ വിശുദ്ധ കയറി ഈശോയെ സ്വീകരിക്കുന്നതിന് എനിക്കൊരു മനസാക്ഷി കുത്തുമില്ല. അപ്പം ഇതാണ് അതിനുള്ള മറുപടി. ഓക്കെ, അതായത് ഡിസംബറിന്റെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെങ്കിൽ ഡിസംബർ ഉപയോഗിക്കുന്ന ഈ പദപ്രയോഗം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഡിസംബർ ഉപയോഗിക്കുന്ന ഈ പദങ്ങൾ ശരിയായ പദങ്ങളല്ല. ഡിസംബറിനെ പോലെ ഉള്ള ഒരാളിൽ നിന്ന് ഈ സമൂഹത്തിലുള്ളവരും ബാക്കിയുള്ളവരും പ്രതീക്ഷിക്കുന്നതല്ല. കാരണം കേവലം ഈ ഒരു വിഷയം കൊണ്ട് മാത്രം തീരുന്നതല്ല, മറ്റ് പല കാര്യങ്ങളും ഡിസംബർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കും പറയുന്ന കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യവും ആത്മീയമായിട്ടുള്ള ശോഭയും ലഭിക്കേണ്ടതിന് അങ്ങനെയുള്ള വാക്കുകളിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനത് വളരെ വിനീതമായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. ഞാൻ ഇതിനൊരു 30 സെക്കൻഡ് മറുപടി ഇത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഈ ലോകം എന്ത് ചെയ്യുന്നു എന്നെനിക്ക് പ്രശ്നമല്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഈ ലോകം മുഴുവൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞാലും, ഈ ലോകം മുഴുവൻ ഞാൻ തെറിയനാണെന്ന് പറഞ്ഞാലും, മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പരാതിയുമില്ല. എൻ്റെ മനസാക്ഷിയിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് പോകും. ഇത് മാത്രമേ ഈ പച്ച എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഇനി ഈശ്വരൻ പറഞ്ഞു ഇനി സിദ്ധാർത്ഥെ താങ്കൾ പറഞ്ഞോളൂ. ഉണ്ട് ബ്രദറെ. മറ്റേ ഡിസംബറിന്റെ ആ വീഡിയോ ഞാൻ കണ്ടു, യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു. നമ്മുടെ കോശി എക്സ്പോസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് വളരെ വളരെ സൂപ്പറായിരുന്നു. അപ്പൊ
ജനം സത്യം പറയാൻ അറിയട്ടെ ആര് എന്താണ്, എന്താണ് ഇവരുടെ വിശ്വാസം, എന്താണ് ഇവരുടെ ഈ കള്ളക്കളികൾ എന്താണെന്ന് ജനം അറിയാം. ഞാൻ പറഞ്ഞിട്ട് അതിങ്ങനെ എന്താ പറയുക, ക്രോണോളജിക്കലായിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യണം. അവരിൽ ആ ജിയിൽ ആരൊക്കെ ഉണ്ട് അവരെ എല്ലാം എക്സ്പോസ് ചെയ്യണം. വളരെ നന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അഭിനന്ദനം പറയാൻ വേണ്ടിയാണ് എനിക്ക് ഒരു വന്നത്. താങ്ക് യു ബ്രദറെ. ഓരോരുത്തരെയും കോശിയെ ഞാൻ അഡ്രസ്സ് ചെയ്തു. കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോശി എന്താണെന്ന് ആർക്കും മനസ്സിലായി. ഇനിയും കോശി ശരിയാണെന്ന് വിശ്വസിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയാൻ്റെ ഓൾറെഡി തന്നെ കണ്ടന്റെല്ലാം ആയിക്കഴിഞ്ഞു. MR മോശനെ തൊട്ട് ജിയുടെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ വരും. പിന്നെ വ്യക്തമായി ആദത്തിൻ്റെ റൂമിലിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും വീഡിയോകൾ വരും. അത്ര എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ കത്തോലിക്കരല്ല എന്നും ക്രിസ്ത്യാനികൾ പോലും അല്ല എന്നും ബോധ്യം വരുന്ന രീതിയിലുള്ള തെളിവുകളോടുകൂടി ഞാൻ വീഡിയോകൾ ചെയ്യും. തെളിവില്ലാതെ ഞാൻ വീഡിയോകൾ ചെയ്യത്തില്ല. അപ്പോൾ അന്ന് കോശിയുടെ നിങ്ങളെല്ലാം കേട്ടില്ലേ. ഇനി വിമലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൃത്യമായ തെളിവുകൾ കേൾപ്പിച്ചുകൊണ്ടായിരിക്കും വരിക. ഓക്കെ. പിന്നെ ഓരോരുത്തരും ഇതെല്ലാം തപ്പിയിരുന്ന് ഇത് എഡിറ്റ് ചെയ്ത് എടുക്കണം. അതിന് സമയമെടുക്കും. ഇപ്പോൾ ആ കോശിയുടെ ആ വീഡിയോ അവർ റിപ്ലൈ മുക്കിയ വീഡിയോ ആണ്. റിപ്ലൈ ഇല്ലായിരുന്നു അതിന്. ആ ധൈര്യത്തിലാണ് കോശി അത്രയും തുറന്നു പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നു ഞാനത് റെക്കോർഡ് ചെയ്തു. അങ്ങനെ അനേകം വീഡിയോകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓരോന്ന് എടുക്കണമെങ്കിൽ അത് കുത്തിയിരുന്ന് നമ്മൾ കേൾക്കണം. ഇവർ 5 മണിക്കൂർ നടത്തുന്ന റൂമാണെങ്കിൽ നമുക്കിപ്പോൾ 5 മണിക്കൂർ ആളുകളെ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഏറ്റവും കണ്ടൻ്റായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഓടിച്ചിട്ടാണെങ്കിൽ പോലും ഇതുപോലെ ഒരു വീഡിയോയിൽ നിന്ന് നമ്മൾ കണ്ടന്റ് എടുക്കണമെങ്കിൽ 5 മണിക്കൂർ പോരാ, നമുക്ക് 6 മണിക്കൂർ വേണം. കാരണം നമ്മൾ കേൾക്കുന്നു, അവിടെ നിർത്തുന്നു, പുറകിലേക്ക് പോകുന്നു, അത് എവിഡൻസ് ചെയ്യുന്നു, അത് അവിടുന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണെ കട്ട് ചെയ്തെടുക്കുന്നു. അത് എന്താണ് ആ കാര്യമെന്ന് നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ കാര്യമെന്നുള്ളതിന് അവിടെ കമ്പ്യൂട്ടറാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഫുട് നോട്ട് എഴുതി ചേർക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സമയം ഒത്തിരി വേണം. അപ്പം എന്തായാലും അതുപോലുള്ള റൂമുകൾ അവിടെ വരും. ഓക്കെ, താങ്ക് യു തന്നെ. അപ്പം കോശി ഇത്രയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ വീഡിയോ കേട്ടിട്ടുള്ളവർക്ക് കൃത്യമായി കോശിയെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. അല്ലാത്ത ഒരു 99% ആളുകൾക്കും കോശി ഇത്രയും വലിയ തിന്മയാണ് എന്ന് അറിയില്ലായിരിക്കും. ഇപ്പം ഷിബുവിൻ്റെ ഒരു വാലാണെന്നതിനപ്പുറത്തേക്ക് കോശി തന്നെ യഥാർത്ഥത്തിൽ ഷിബുവിന് തുല്യനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇട്ടോമറ്റം ബ്രദറിനോട് ചോദിക്കും, ബ്രദർ കോശി ഇത്രയും ഈ വീഡിയോ കേട്ടപ്പോൾ കോശിയെക്കുറിച്ചുണ്ടായ ഒരു ധാരണയും അതിനു മുമ്പുള്ള ധാരണയും തമ്മിൽ ഡിഫറെൻ്റ് ആണോ, അതോ ബ്രദറിന് നേരത്തെ തന്നെ കൃത്യമായിട്ട് അറിയാമായിരുന്നു? എനിക്ക് നേരത്തെ കൃത്യമായിട്ട് തന്നെ അറിയായിരുന്നു ഈ കോശി ഷിബുവിന് ഈക്വൽ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. പല സമയങ്ങളിൽ ഷിബു വരാത്ത സമയത്തും കോശി ഇതുപോലെ തെറികൾ വിളിച്ച അവസരങ്ങളുണ്ട്. കോശി നമുക്ക് എല്ലാവർക്കും അറിയാം, കോശി അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ കോശി എന്നുള്ള നേരത്തെ എനിക്ക് പേരറിയാം, സോജി എന്നുള്ള പേര് എനിക്കറിയാം. ഞാൻ ഇടക്കാലത്ത് അങ്ങ് മറന്നുപോയി. കാരണം ഇടയ്ക്ക് ഇദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുമായിരുന്നു. അതിനുശേഷം പുള്ളി അത് എന്താ പറയുന്നത്, ഫേസ്ബുക്ക് പുള്ളി അത് ലോക്ക് ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് കാണുമോ ഒന്നും അല്ല, എന്താ പറയുക, കമന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ആ പേരൊക്കെ കൃത്യമായിട്ട് അപ്പൊ എനിക്ക് ക്ലിക്ക് ആവോ ഈ പുള്ളി തന്നെ ആയിരുന്നു കോശി എന്നാണ്. പക്ഷെ കോശി എന്നുള്ള ആള് ഈ എന്താ പറയുക ജിജിയുടെ ഷിബുവിന് അപ്പുറമാണെന്നുള്ള കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. സത്യത്തിൽ ഇവർക്ക് ആർക്കും ദൈവമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിശാചെന്നല്ല, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇവരാരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഓക്കെ ബ്രദറെ, നമുക്കൊന്ന് പൗളി സിബി ജോണിലേക്ക് പോകാം. പറഞ്ഞോളൂ സിബി ജോണിനെ. അല്ല, ഞാൻ വെറുതെ വന്നു. ഈ ടീസൺ എന്നോട് ഈ വിരോധം വെച്ച് പെരുമാറണ എന്താ വളരെ ഒരു ദുഷ്ടന്റെ മാതിരി. അതെന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് ഞാനൊരു മറുപടി പറഞ്ഞുതരാം. അല്ല, ഒരു മിനിറ്റ്. ഞാൻ തണ്ണിമത്ത റൂമിൽ എന്തോ ടീസൺ തെറ്റ് പറഞ്ഞപ്പോ ഞാൻ തിരുത്തിയതുകൊണ്ടാണോ ഇതുപോലെ ഒരു സ്വഭാവം കാണിക്കാൻ? താങ്കളോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വ്യക്തിപരമായ വിരോധവുമില്ല. ആദ്യം അങ്ങോട്ട് താങ്കളോട് പറഞ്ഞേക്കാം. പക്ഷെ താങ്കൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു നിലവാരം, ഇന്റലക്ച്വൽ നിലവാരമോ
ദൈവശാസ്ത്രപരമായ നിലവാരവുമില്ലാതെ ചുമ്മാ ഇരുന്ന് വലിയ വായിൽ അഭിപ്രായം പറയുന്ന ഒരാളാണ് താങ്കൾ. അതുമാത്രമല്ല, താങ്കൾ ആവശ്യമില്ലാതെ ഉപദേശിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും വരും. ഭൂലോക മണ്ടത്തരത്തോടു കൂടി ആവശ്യമില്ലാതെ ഉപദേശിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും വരും. അപ്പം എൻ്റെ സമയം താങ്കളെപ്പോലെയുള്ള ആളുകൾക്ക് മറുപടി പറഞ്ഞ് കളയാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് താങ്കളെ ഞാൻ എൻ്റെ സ്പീക്കേഴ്സ് ഫോണിലേക്ക് എടുക്കാത്തതും എൻ്റെ റൂമിൽ താങ്കൾ വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഞാൻ പറയുന്നതൊന്നും ഗ്രഹിക്കാനോ അല്ലെങ്കിൽ മിനിമം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞത് സ്വന്തമായി വായിച്ച് ഗ്രഹിക്കാൻ പോലും ഒരു കഴിവില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് താങ്കളുമായിട്ട് എൻഗേജ് ചെയ്ത് എൻ്റെ എനർജിയും സമയവും ഞാൻ വേസ്റ്റ് ചെയ്യുന്നത്? താങ്കൾ പലപ്പോഴും ഞാൻ പല റൂമുകളിലും സംസാരിക്കുമ്പോൾ താങ്കൾ വലിയ വായിൽ വന്ന് വലിയ പണ്ഡിതൻ ചമഞ്ഞ് എന്നെക്കാളും വലിയ പണ്ഡിതൻ, അല്ലെങ്കിൽ ഞാൻ പണ്ഡിതനൊന്നുമല്ല, ഒരു മിനിമം മനുഷ്യനുണ്ടായിരിക്കേണ്ട പാണ്ഡിത്യം പോലും ഇല്ലാതെ ശുദ്ധമായ വിവരക്കേടിൽ താങ്കൾ അഭിപ്രായം പറയും. താങ്കൾക്ക് കാലിമിനിസും അറിയത്തില്ല, വിശുദ്ധ ബൈബിളും അറിയത്തില്ല, പെന്തക്കോസ്റ്റലിസും അറിയത്തില്ല, കത്തോലിക്കസും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ അഭിപ്രായം പറയുന്നതിന് ഒരു കുറവുമില്ല. എൻ്റെ സമയം താങ്കളെപ്പോലുള്ള ആളുകളുമായിട്ട് സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് താങ്കളെ ഞാൻ മുകളിലോട്ട് കയറ്റാത്തത്. പിന്നെ താങ്കളോട് ചില സമയത്ത് അതിരൂക്ഷമായി വിമർശിക്കുന്നതിന് കാരണം താങ്കൾ ഈ വിമർശനം കേട്ടെങ്കിലും അല്പവും നാണോ മാനോ ഉണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിച്ച് ഒന്ന് പുനർവിചിന്തനം നടത്താൻ ഇടയാകട്ടെ എന്ന് വിചാരിച്ചാണ് വിമർശിക്കുന്നത്. ഇപ്പം ഞാൻ താങ്കളെ കണ്ടാൽ വിമർശിക്കാറില്ലല്ലോ. ആകെ പറയാനുള്ളത് എൻ്റെ റൂമിൻ്റെ മുകളിലേക്ക് വരരുത് എന്ന് ഞാൻ അങ്ങ് സമ്മതിക്കും. അനിൽക്കൊടുത്തോട്ടം അജിയോട് പറഞ്ഞതുപോലെ ഞാൻ തോറ്റു. സിബി ജോണിനെ പോലെയുള്ള പണ്ഡിതനോട് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നല്ലേ ഞാനിപ്പം പറയാറുള്ളത്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ഓക്കെ, ഞാൻ താഴെ പൊക്കോളാം. സിബിനെ ഞാൻ തന്നെയാണ് താഴോട്ടാക്കിയത്. കാരണം പറഞ്ഞല്ലോ, പിന്നെ പുള്ളി അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് പുള്ളിയോട് സംസാരിക്കാനൊന്നുമില്ല. പുള്ളി റൂമിൽ വരണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വന്നില്ലേലും ഒരു കുഴപ്പമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ സ്പീക്കേഴ്സ് പാനിലേക്ക് ദയവ് ചെയ്ത് വരരുത്. ഇന്നിപ്പോൾ എല്ലാവർക്കും വന്ന് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സിബി എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുക പോലും ഇല്ല. ഇപ്പം JTK എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഷിബു വെടിക്കലിൻ്റെ ആളുകളെ ഞാൻ എടുക്കത്തില്ല കേട്ടോ, ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ പുള്ളിയെ പിന്നെ കാണുന്നില്ല. ഡിസംബർ ഈ ബുക്സ് വല്ലതും എഴുതുന്നുണ്ടോ? എന്തെങ്കിലും ബുക്ക് വല്ലതും എഴുതുന്നുണ്ടോ പബ്ലിഷ് ചെയ്യാൻ? എൻ്റെ പറയാൻ ഞാൻ എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്, ഇന്ന് വരെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത്, ഹോളി ട്രിനിറ്റിയെ കുറിച്ചുള്ളൊരു പുസ്തകം ഞാൻ എഴുതിയായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് അതിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ഈ ക്ലബ് ഹൗസിൻ്റെ ജീവിതം കൊണ്ട്. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നു, ഇപ്പം എത്ര മണിക്കൂറായി ക്ലബ് ഹൗസിൽ ഇരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ക്ലബ് ഹൗസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ക്ലബ് ഹൗസ് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഈ ക്ലബ് ഹൗസിൽ നിന്ന് ദൈവം ഇപ്പം ഈ താഴെ ഇരിക്കുന്ന ഇതാരാണിത്? അതല്ല. അപ്പം ഇതിൻ്റെ ഒരു ഇനി ഇൻറ്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക. ഇപ്പം എന്നോട് ചർച്ച ചെയ്യാനുള്ള ധൈര്യമൊന്നുമുള്ള ആളുകൾ ഈ ക്ലബ് ഹൗസിൽ പെന്തക്കോസ് സൈഡിലോ ഒന്നും ഇല്ല, ഒരു സൈഡിലും ഇല്ല. ഞാനൊരു മാന്യമായ ഡിബേറ്റിനോ ചർച്ചയ്ക്കോ വിളിച്ചാൽ ഒഴിഞ്ഞു മാറുകയല്ലാതെ എന്നോട് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ആളുകളൊന്നുമില്ല. എൻ്റെ അനുഭവമാണ്. ഒരു 2 വർഷമായിട്ട് യുക്തിവാദികളുടെ ഇടയിൽ പോലും ഇല്ല. എന്തോ എൻ്റെ 3-4-5 സംവാദം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്നെ പേടിയാണ്. അതായിരിക്കാം. അല്ലെ പിന്നെ ഇതുപോലെ ഒരാൾ സംവാദത്തിന് വിളിക്കുമ്പം വരാത്ത, ഞാൻ 3-4-5 സംവാദം നടത്തി, കൃത്യമായി സംവാദം നടത്തി തെളിയിച്ചിട്ടുള്ള ആളുമാണ്. തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, പക്ഷെ ആളുകൾ വരുന്നില്ല. അപ്പം പിന്നെ നമ്മൾ ഒന്നത് മാന്യമായ ചർച്ചകൾക്കുള്ള സാധ്യത പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചർച്ച ചെയ്യാൻ ആളുകൾ വരുന്നില്ല. രണ്ടാമത്, ഈ പറയുന്ന ഷിബു കോശി നന്നാവും.
നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഇവർ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മളും അനേകം ആളുകൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ട്, ഇവർ നന്നാകുന്നില്ല. കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് കത്തോലിക്ക സഭയുടെ CCCയിലൂടെയും ഒക്കെ വ്യക്തതയോടെ എഴുതി വച്ചിരുന്ന കാര്യങ്ങളാണ് ഈ ആദത്തിൻ്റെ ആളുകൾ നിഷേധിച്ചുകൊണ്ട് ആദത്തിന് ഉടപിടിക്കുന്നത്. ഇവർ നന്നാവും. അപ്പം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവരെ കുറിച്ചുള്ള അവയർനെസ് സമൂഹത്തിന് കൊടുക്കുക. അതിന് ഇവരോട് നമ്മൾ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പൊ കോശിയുടെ കാര്യത്തിൽ ചെയ്ത പോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ആളുകളെ അറിയിക്കുക. ഇത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു രീതിയിലേക്ക് പയ്യെ മാറാൻ പോവാണ്. എന്നിട്ട് കൂടുതൽ സമയം വചന ശുശ്രൂഷയിലേക്കും ഒക്കെ മാറാനുള്ള പ്രാർത്ഥിക്കുന്നത്. ദൈവമാണ് നയിക്കേണ്ടത്. അപ്പം എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് മാറാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് ഞാൻ ഇതേപോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ദൈവം മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമോനെ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു 2 മിനിറ്റ്, ഞാനിപ്പം പുറത്താണ്. ഒരു minute. ഞാൻ തന്നെ എൻ്റെ ദൈവസ്നേഹ പ്രവേശിക എന്നൊരു പുസ്തകമുണ്ട്. അത് വായിച്ച ആളുകൾക്കെല്ലാം വായിക്കാൻ ഭയങ്കര കടുപ്പമാണ്, പക്ഷെ വായിച്ചവർക്ക് വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് വീണ്ടും ഒന്ന് പബ്ലിഷ് ചെയ്യുകയോ ഒരു PDF വേർഷനാക്കി ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുപോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എൻ്റെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച എൻ്റെ ഇതെല്ലാം ബുക്കെല്ലാം കൊടുത്തു തീർന്നതാണ്. അത് ശരിക്കും ഒരു അഗ്നോസ്റ്റിക്കായ ഒരു വ്യക്തി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തുന്നതിൻ്റെ ചരിത്രമാണ്. പക്ഷെ എൻ്റെ പേരൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ യാത്ര അതിനകത്തുണ്ട്, എൻ്റെ ആത്മകഥ തന്നെയാണത്. ഈ റൂമുകളിലൂടെയൊക്കെ ചില ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുന്നു, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ റൂം എൻഡ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കുക. റീപ്ലൈ ഇവിടെ ഓണാണ്, റീപ്ലൈ ഓണ് തന്നെയാണ്, ഇതിവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ റൂം നാളെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഈ റൂമിൽ നല്ല ജെന്യുവിനായ കുറേ ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലിപ്പുകൾ എടുത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എന്നെ താറടിക്കുക എന്നുള്ളതാണ് എൻ്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ പരിപാടി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഡിസ്കഷൻ ലോഞ്ച് ചെന്നാൽ ഞാനൊരു റിച്ച് ഉണ്ടാക്കി ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെന്തക്കോസ് സുവിശേഷത്തിൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ വീഡിയോകളുണ്ട്. കാരണം വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്ത് നാണം കെടുത്തുക എന്നതാണ് പെന്തക്കോസുകാരുടെ സുവിശേഷത്തിൻ്റെ ശൈലി. അറ്റ്ലീസ്റ്റ് സാത്താൻ ബന്ധങ്ങളുടെ ശൈലി. നിന്ദനത്തിന് പകരം നിന്ദനം നൽകരുതെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നിന്ദിക്കാമോ. അപ്പോൾ ഒരു വ്യക്തിയെ കുരങ്ങനായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പിശാചായിട്ടും പരിശുദ്ധ കന്യാമറിയായിട്ടും ഒക്കെ നിന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസ പ്രതിരോധം നടത്തുന്നതാണ്. അപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ടിസൺ തോമസ് 5 എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ ഇഷ്ടം പോലെ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു കരിങ്കുരങ്ങനായിരിക്കുന്നതും തൊട്ടിപ്പുറത്ത് എൻ്റെ ഈ DPM വെച്ചാണ് ഇപ്പം ഡിസ്കഷൻ ലോഞ്ചിലെ ആദമിൻ്റെ പട്ടികൾ നടക്കുന്നത്. അപ്പോൾ അതാണ് അവർ ആദമിൻ്റെ പട്ടികളുടെ ക്വാളിറ്റി. അതാണ് അവരുടെ വിചാരം. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലാന്ന് അവർക്കറിയാം. കാരണം ഈ റിച്ചൊക്കെ മുഴുവൻ എന്തെല്ലാം ഇട്ടുകൊണ്ട് നടന്ന ഞാൻ അതിനൊന്നും പ്രതികരിച്ചു. ആ എൻ്റെ ഭാര്യയും പിള്ളേരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. അതിനുശേഷവും ഇതൊന്നും അല്ല. എനിക്കെതിരെയുള്ള ട്രോള് വീഡിയോകള്
ഞാൻ തീട്ടാപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരു തീട്ടം വാഴയിലെ പൊതിഞ്ഞോട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു DP-യും ഒക്കെ ഇട്ട് പ്രചരിപ്പിച്ച അനിൽകുമാറിനെയൊക്കെയാണ് ഫേസ്ബുക്ക് മുഴുവൻ പോസ്റ്റ്. നാളെ ഒരു കേസ് ആവുകയാണെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ സംഭവിക്കാൻ വേണ്ടി അത് മുഴുവൻ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് പക്ഷെ കേസൊന്നും കൊടുത്തില്ല. ഞാൻ എത്ര ചലഞ്ച് ചെയ്തിട്ടും അവന്മാർ കേസ് കൊടുക്കുന്നില്ല. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അപ്പം പിന്നെ എന്തോ ഇതൊക്കെ വെച്ചിട്ട് വേണേൽ അനിൽകുമാറൊക്കെ വീണ്ടും ഇന്ന് ശിവൻ തങ്കപ്പൻ റൂമിൽ വെച്ച് എന്നെ ചലഞ്ച് ചെയ്തു. ഞാൻ അവന്മാരെ വിട്ടതാണ്. കാരണം അവന്മാര് വെറും എന്താണ് കുറെ പൊതു ക്രിസ്ത്യാനികൾ വന്നിട്ട് ഞങ്ങൾ എന്തോ ആയി. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തന്നെ ഫ്രസ്ട്രേഷൻ ആണ് തീർക്കുന്നത്. കാരണം ഇവർ വന്നത് ബ്രദറൻ സമൂഹത്തിലേക്കും പെന്തക്കോസ് സമൂഹത്തിലേക്കാണ് വന്നത്. അപ്പൊ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. ഈ വന്ന ആളുകളില് ഈ ശ്രീമോൻ നഗപ്പനും ഒക്കെ ഈ താഴ്ന്ന ജാതിക്കാരാണ്. ഇപ്പൊ ഹിന്ദു മതത്തില് ഒരു അധസ്ഥിതനായ ഒരു ദളിതനും അധസ്ഥിതനും അനുഭവിക്കുന്ന എല്ലാ വേദനകളും അനുഭവിച്ച ആളുകളാണ് ഇവർ. ഇപ്പോൾ നൂറ്റാണ്ടുകളായി അനുഭവിച്ച ആളുകളാണ് ഇവർ. ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പോലെ ആയിത്തീരും എന്ന പ്രതീക്ഷയിലാണ് ഇവർ വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അതിപുരാതന സിറിയൻ പെന്തോ എന്നൊക്കെ പറഞ്ഞ് പെന്തോയിൽ നിന്ന് സുന്ദരിയായ യുവതി അതിപുരാതന സിറിയൻ പെന്തോയിൽ നിന്ന് വിവാഹം ക്ഷണിക്കുന്നു. ഇങ്ങനെയാണ് ഇവർ കണ്ടത്. എന്താണ്, സഭയിൽ വന്നിട്ടും യുവമാര് പുറംപോക്ക്. പെന്തക്കോസ് ചർച്ചിലും യുവമാര് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഇവരെ എടുക്കുന്നില്ല. ബ്രദർ സമൂഹത്തിലും ആണെങ്കിലും അത് തന്നെ അവസ്ഥ. അപ്പൊ യുവമാരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇവര് കത്തോലിക്ക സഭയോടും സകലരോടും തീർക്കുകയാണ്. പിന്നെ ഈ സുവിശേഷ വേലയൊക്കെ തുടങ്ങി, ഈ ഇസ്ലാമിക വിമർശനമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം ഇവർ കുറച്ച് ഫേമസ് ആയി, കത്തോലിക്കരുടെ ഇടയിലൊക്കെ ഫേമസ് ആയി. അപ്പൊ കത്തോലിക്കർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. കത്തോലിക്കർ ഇവർ പെന്തക്കോസുകാരെന്നല്ലേ കാണുന്നുള്ളൂ. പെന്തക്കോസുകാർ അങ്ങനെ കത്തോലിക്ക ഇവർക്ക് പൈസ വരുമാനം കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി. സുവിശേഷകർ എന്ന് പറഞ്ഞ് നാട്ടുകാരെ തെറിയും വിളിച്ച് നാട്ടുകാരെ പറ്റിച്ച് സംഭാവന വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി. അത് ഇവന്മാരെ ഭയങ്കര അഹങ്കാരികളായി കത്തോലിക്ക സഭയെല്ലാം തെറി വിളിച്ച് അതോടുകൂടി കത്തോലിക്ക സഭയിലേക്കുള്ള ഇവരുടെ ആക്സസ് പൂർണ്ണമായി അവസാനിച്ചു. ഇപ്പൊ തന്നെ ഇവരെ അൽക്കുമാർ അയ്യപ്പൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, എത്ര പേരാ കാണുന്നു. ഓക്കെ, ഇസ്ലാമിക വിമർശനമൊക്കെ വരുമ്പോൾ ഒരു 10,000 10,000 അല്ല 15,000 പേരോ 20,000 പേരോ കാണുന്നുണ്ടാവും. അത് ഇസ്ലാമിക വിമർശനം ആരിട്ടാലും, ഞാൻ പണ്ട് ഇട്ടപ്പോഴും 10,000 പേര് 30,000 40,000 പേര് കണ്ട വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നു. അത് നല്ല രീതിയിൽ കണ്ടന്റോട് കൂടി ഇസ്ലാമിക വിമർശനം ആരിട്ടാലും അത് ക്ലിക്കാവും. അത് ആ സമൂഹത്തിലുള്ള ഒരു ഇസ്ലാമ ഫോബിയയുടെയും ഒക്കെ കാര്യം കൊണ്ടാണ് അത് അങ്ങനെ ആകുന്നത്. ഈ മുഹമ്മദ് ഈസയ്ക്ക് കൊടുത്ത് 30,000 38,000 പേര് 40,000 പേര് കണ്ട വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ. അതിനപ്പുറത്തേക്ക് ഇവര് ക്രൈസ്തവമായി പറയുന്ന ഒരു കാര്യത്തിനും ഒരു 500 പേര് കണ്ടാൽ തന്നെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ അവരെ അങ്ങ് ഒഴിവാക്കി. കാരണം എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, കത്തോലിക്ക സഭയിലേക്ക് ഉള്ള ഇവരുടെ ആക്സസ് ഇല്ലാണ്ടാക്കുക, ഇവർ യഥാർത്ഥത്തിൽ തിന്മയാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇവരുടെ കുറച്ച് ആളുകൾ ഒഴിച്ച് എല്ലാവർക്കും ഇവരെന്താണെന്ന് കൃത്യമായി മനസ്സിലായി. ഇവരെങ്ങനെയാണ് കുടുംബങ്ങൾ തകർക്കുന്നതെന്നും മൊത്തത്തിൽ ഇവരുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രവർത്തിച്ചതിലൂടെയും നമ്മൾ എക്സ്പോസ് ചെയ്തതിലൂടെ, ഇപ്പം MK രാജുവിലൂടെയും അജു ബദറിലൂടെയും അങ്ങനെ അനേകരിലൂടെ പ്രവർത്തിച്ചതിലൂടെയും ഒരു പരിധി വരെ ഇവരെന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി. പിന്നെ ഇവരുടെ കുറെ ഫാനുകളുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ പറയുന്ന ആപ്തമാക്കുന്ന ഇവരുടെ നായ്ക്കൾ. ഇപ്പൊ ആദത്തിന്റെ നായ്ക്കൾ എന്ന് പറയുന്ന പോലെ ഇവർ വളർത്തിയെടുത്ത കുറെ നായ്ക്കളുണ്ട്. അവരെക്കുറിച്ച് അവരെ നമ്മൾ എന്ത് പറയേണ്ട കാര്യമില്ല. യജമാനു വേണ്ടി വാലാട്ടുന്ന ആളുകളാണ് അവർ. വിശുദ്ധ ബൈബിളിൽ നായ്ക്കൾ എന്ന് വിളിക്കുന്നതാണ് അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ TF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ക്രൈസ്തവ ലോകത്തുള്ള ആക്സസ് വളരെയധികം, അതിന്റെ അവസാന തെളിവാണ് ഞാൻ അനാബാപ്റ്റിസ്റ്റുകളുടെ വിശ്വാസ പ്രതിരോധമാണെന്ന് അനിൽകുമാർ അയ്യപ്പൻ പ്രഖ്യാപിച്ചത്. അതോടുകൂടി അവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല.
അഡ്രസ്സിന്. അതുകൊണ്ട് ഞാനിപ്പോൾ ചൊറിയാനൊന്നും പോകുന്നുമില്ല, അത്ര തന്നെ. ഉം. അബ്രഹാം ജാക്സൺ, എടാ ഞാൻ മുസ്ലിങ്ങളെ അടിക്കുന്നുണ്ടെങ്കിൽ അത് ആള് കാണാൻ വേണ്ടിയല്ല അടിക്കുന്നത്, ഒരു സുവിശേഷ വേലയുടെ ഭാഗമാണ്. മുസ്ലിങ്ങളെ അടിച്ചില്ലാണ്ടാക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. മുസ്ലിങ്ങൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ക്രിസ്ത്യാനിയാകുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇപ്പൊ എമുക്കൾ അടിക്കുന്നുണ്ടല്ലോ, മുസ്ലിങ്ങളെ അടിച്ച് ഇല്ലാണ്ടാക്കി നിരീശ്വരവാദികളാക്കുന്നുണ്ടല്ലോ. എനിക്ക് മുസ്ലിങ്ങളെ നിരീശ്വരവാദിയാക്കുകയല്ല ചെയ്യേണ്ടത്, ക്രിസ്ത്യാനിയാക്കി മാറ്റണം. അതിന് ഈ നമ്മളെ ചൊറിയാൻ വരാത്തവരെ അങ്ങോട്ട് പോയി ചൊറിയുക എന്നത് ക്രിസ്തുവിന്റെ സ്വഭാവമല്ല. ക്രിസ്തു ബൈബിൾ ആരെയെങ്കിലും വിമർശിക്കുന്നത്, എത്രയോ മതങ്ങളുണ്ട്, മതങ്ങളെ പോയി വിമർശിക്കുന്നത് നിങ്ങൾക്ക് ബൈബിളിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം? ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വിമർശിക്കുന്നത് കാണിച്ചു തരാൻ പറ്റും? അവർക്ക് എന്നെ വിമർശിക്കാൻ അറിയത്തില്ല എന്നാണോ? അല്ലെങ്കിൽ ഈ പേഗൻ മതങ്ങളും ഈ വൃത്തികെട്ട മതങ്ങളും വിഗ്രഹാര മതങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിയത്തില്ല എന്നിട്ടാണോ? ക്രിസ്ത്യാനിയുടെ അപ്രോച്ച് അതല്ല. പക്ഷെ മുജാഹിദി ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ ഞങ്ങളെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പച്ചയ്ക്ക് മറുപടി കൊടുക്കും. അവന്മാരെ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാനല്ല, എൻ്റെ സുവിശേഷ വേലയാണ്. ആളെ കൂട്ടി ആളാകാനാണെങ്കിൽ എന്തെല്ലാം മാർഗങ്ങൾ എനിക്കറിയാം. എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, എന്തെല്ലാം. ഒരു ട്രാവൽ വീഡിയോ പ്രോഗ്രാമുകൾ ചെയ്താൽ തന്നെ ഞാൻ ഫേമസ് ആവും. അതിനുള്ള ടൂളുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ വിദേശത്താണ്. ഇപ്പം ഞാൻ ഈ മാസം 2-3 മാസം ന്യൂയോർക്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു. വേണേ എനിക്ക് എടുത്തിടത്തില്ലേ. ഇനി വേണ്ട ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുമ്പോൾ അതും 10,000, 10,000, 20,000 പേരൊക്കെ ചെയ്യുന്നത് കാണാം. വേണേ എനിക്ക് ചെയ്യത്തില്ലേ? നമ്മളിൽ അങ്ങനെയല്ല. ദൈവാത്മാവ് നയിക്കുന്നതനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന് കാരണം. ബെൻസിനെ അകത്താക്കുക എന്നായിരുന്നില്ല സഹോദരൻ എൻ്റെ ലക്ഷ്യം. ബെൻസിന് ഒരു ഉപദ്രവം ഉണ്ടാകരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനത് ചെയ്യാതിരുന്നതിന് കാരണം ഖത്തറിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ ബെൻസിന് വലിയ പ്രതിസന്ധി ഉണ്ടാവുക എന്നുള്ളൊരു പേടിയാണ് പലപ്പോഴും എന്നെ പേടി. ഇപ്പം എനിക്ക് ആ പേടി മാറി കേട്ടോ. കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും നമ്മൾ കേട്ടറിഞ്ഞതുപോലെയുള്ള ഒരു തീവ്രവാദ സ്വഭാവമൊന്നും ഇല്ല. അപ്പം എനിക്ക് കത്തോലിക്ക സഹോദരങ്ങളെ ബെൻസിനെ പോലെ കത്തോലിക്ക സഭ എന്താണ് കൾട്ടാണെന്നും പൈശാചികമാണെന്നും പരിശുദ്ധ കന്യാമറിയത്തെയും തെറി പറയുന്ന ഒരു സുവിശേഷകൻ വെളിച്ച ദൂതന്റെ വേഷത്തിൽ സഹോദരന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ഇവനെ മാറ്റി നിർത്തണം എന്ന് ഖത്തറിലും ഒക്കെയുള്ള ആളുകളോട് എനിക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാം. ഇവൻ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ലേബർ ക്യാമ്പുകളിൽ കത്തോലിക്കരുണ്ടാവും, ക്രിസ്ത്യാനികളെല്ലാം ഉണ്ടാവും. ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പ്രെയർ നടത്തുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം കത്തോലിക്കർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രിസ്തുവിനെ അല്ല സ്തുതിക്കുന്നത്, വേറെ കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് കൂട്ടത്തിൽ പോയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥനയിലൂടെ ഇവൻ കത്തോലിക്കരയിലേക്ക് പിശാചിനെ കയറ്റുകയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക്, സാധാരണ കത്തോലിക്കർക്ക് അങ്ങനത്തെ തിരിച്ചറിവൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും അപ്പം ഈ ഒരു അവയർനെസ്സോട് കൂടി ഇവൻ വന്നിരിക്കുന്നത് കത്തോലിക്ക സഭ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണെന്ന് വിശ്വസിക്കുന്നവനാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതെന്ന് തിരിച്ചറിവ് ഒരു 10 കത്തോലിക്കർക്ക് ഉണ്ടായാൽ എൻ്റെ ഉദ്ദേശം നിറവേറി. അപ്പം അത് അവൻ്റെ ജീവിതത്തെ ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിലാണെങ്കിൽ ഞാൻ 100% ഹാപ്പി.
നിസു പറഞ്ഞതനുസരിച്ച് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. അത് ശരിയായിരിക്കും കേട്ടോ. അല്ല, ഈ നിസു ഒക്കെ ഒറ്റത്തില്ലേ? ബെൻസിനെയൊക്കെ വേണേലും ഒറ്റാലോ. നിസുവിനും ഫഹദിനും ഒക്കെ അറിയാലോ ഇത്.